പ്രിയപ്പെട്ടവരെ, സത്യം പറയുന്ന ഭാഷ എന്ന ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ അന്തർഗതം മറ്റുള്ളവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ഭാഷ. നമ്മുടെ സംസ്കാരം, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ശാസ്ത്രം, അങ്ങനെ ഓരോ വിഷയത്തെയും നമ്മൾ അപഗ്രഥിക്കാറുണ്ട്. ഭാഷയുടെ ഒരു അപഗ്രഥനവും നമ്മുടെ ജീവിതാവസ്ഥകളെ, നമ്മുടെ മുന്നേറ്റങ്ങളെ, നമ്മുടെ ഭാവിയൊക്കെ കുറിച്ച് അറിയുന്നതിന് അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. എന്നാലിത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഭാഷയുടെ സയൻസികമായ പ്രത്യേകതകളെക്കുറിച്ചൊന്നുമല്ല, വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമ്മൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഉദ്ദേശിക്കുന്നു. അപ്പോൾ മാർട്ടിൻ എന്ന് പറയുന്ന ആൾ പറയുന്നത്, നമ്മൾ ചരിത്രം, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ ചരിത്രം അപഗ്രഹിക്കുന്നത് പോലെ തന്നെ ഭാഷയും നമ്മൾ അപഗ്രഥിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. നമുക്കറിയാം, ഈ ഭാഷ നമ്മൾ സത്യം വെളിവാക്കാനും കള്ളം പറയാനും നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുമൊക്കെ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. ആദിമ മനുഷ്യരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ സത്യം പറയാനുള്ളൊരു ഉപാധി ഭാഷയാണെന്നുള്ളത്. ഇപ്പോൾ പ്രസ്താവന, സ്റ്റേറ്റ്മെൻറ്റുകളാണ് ആദ്യകാലത്ത് മനുഷ്യൻ സത്യമായിട്ട് കണ്ടിരുന്നത്. ഒരു പ്രസ്താവനയാണ് സത്യമായിട്ട് ആൾക്കാർ കണ്ടിരുന്നത്. സത്യം അളക്കാനുള്ള ഒരു കാര്യം, ഒരു പ്രസ്താവന തന്നെയായിരുന്നു ആദിമ മനുഷ്യൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ യുക്തിവിചാരശേഷിയൊക്കെ മനുഷ്യന് ഒരു പ്രസ്ഥാനമായി കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ സത്യത്തെ മനസ്സിലാക്കിയിരുന്നത് പ്രസ്താവനകളിലൂടെ മാത്രമായിരുന്നു. ഇപ്പോൾ പുഴക്കരയിൽ ഒരു പുലിയെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പുഴയുടെ കര വരുന്നു, പുലി വരുന്നു, കാണുക എന്നുള്ള പ്രക്രിയ നമുക്കറിയാം. അപ്പോൾ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ, പുഴക്കരയിൽ ഒരു പുലിയെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രം വരികയും നമ്മൾ സത്യമാണെന്ന് കരുതുകയും ചെയ്യും. പിന്നീട് നമ്മുടെ അനുഭവങ്ങളിലൂടെ ആയിരിക്കും അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ അവിടെ പുഴക്കരയിൽ കാടില്ല, പുലി വരാനുള്ള സാധ്യതയില്ല. അപ്പോഴായിരിക്കും നമ്മളത് സത്യമല്ലാത്തൊരു പ്രസ്താവനയാണ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു പ്രസ്താവനയാണ് നമ്മൾ സത്യമായിട്ട് കാണുന്നത്. ഈ ഒരു ധാരണ കൊണ്ടാണ് ഈ പ്രത്യക്ഷത്തിൽ ഉള്ള പ്രസ്താവനകൾ സത്യമായി കാണുന്നത് കൊണ്ടാണ് ഖുർആൻ എപ്പോഴും സത്യമാണെന്ന് ആൾക്കാർ കരുതുന്നത്, അല്ലെങ്കിൽ ബൈബിൾ സത്യമാണെന്ന് കരുതുന്നത്. ഈ പ്രസ്താവനകൾ സത്യമാണ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ആൾക്കാർ ധരിക്കുന്നത് ശരിക്കും അതൊരു പ്രസ്താവനകൾ മാത്രമാണ്. നമ്മൾ പരിശോധിക്കാതെ ആൾക്കാർ ശരിയാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം സത്യമായിരിക്കുന്നതാണ്. ദൈവം ഒരു വലിയ പ്രതിഫലം നിനക്ക് തരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെയെല്ലാം, അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ക്രയവിക്രയത്തിൽ നിരവധി പ്രതിഫലങ്ങളോ നഷ്ടങ്ങളോ നമുക്കുണ്ടാവും. അപ്പോൾ ഈ പ്രതിഫലങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ നേട്ടങ്ങളെല്ലാം ദൈവം തന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത, അവിടെ വാസ്തവത്തിൽ ആ പ്രസ്താവന ശരിയെന്ന് തോന്നുന്നത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. ദൈവം കള്ളമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പ്രസ്താവന കള്ളത്തരമായി മാറുന്നു. ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചു എന്നൊരാൾ പറയുന്നു. അപ്പോൾ അതിൽ വാസ്തവമാണ്, അയാൾ കഴിച്ചു, ഹോമിയോ മരുന്നുള്ളതാണ്, അയാൾ കഴിച്ചതെല്ലാം വാസ്തവമാണ്. അപ്പോൾ അതിൽ പറഞ്ഞത് സത്യമാണ്. പക്ഷെ നമ്മളതിൻ്റെ പിന്നിലേക്ക് കടന്നു ചെന്ന് ചിന്തിക്കുമ്പോൾ ഈ മരുന്ന്, ഹോമിയോ മരുന്ന് എന്നുള്ളത് മരുന്നാണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ പ്രസ്താവനയിലുള്ള അടങ്ങിയിരിക്കുന്ന പൊള്ളത്തരം നമുക്ക് മനസ്സിലാകുന്നത്. അല്ല, അതിൻ്റെ ഉള്ളിലേക്ക് യുക്തിപരമായി കടന്നു ചെന്ന് ചിന്തിക്കുമ്പോഴാണ് ആ പ്രസ്താവനയുടെ ഒരു പ്രശ്നം വരുന്നത്. അല്ലാത്തടത്തോളം അയാൾ പറഞ്ഞത് സത്യമാണ്, ഹോമിയോ മരുന്നുള്ളതാണ്, അയാൾ ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ചു, അതിനെന്തെങ്കിലും ഫലപ്രാപ്തി ഉണ്ടോ എന്ന് നമ്മൾ രണ്ടാമത് ചിന്തിക്കുമ്പോഴാണ്, ആ പ്രസ്താവനയുടെ പൊരുളിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോഴാണ് ആ പ്രസ്താവനയുടെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ മെഡിസിൻ എന്ന് പറയുമ്പോൾ ആ വാചകത്തിലുള്ള സത്യം, മെഡിസിൻ, ഔഷധം എന്ന് പറയുമ്പോൾ നമ്മൾ മരുന്നിന് ഉപയോഗിക്കുന്ന സത്യസന്ധമായൊരു പദമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രിഫിക്സായി എന്ത് ചേർക്കുന്നു? മോഡേൺ മെഡിസിൻ എന്ന് ചേർക്കുമ്പോൾ അത് വളരെ സത്യസന്ധമായൊരു പ്രസ്താവനയാണ്. അപ്പോൾ ഹോമിയോ മെഡിസിൻ എന്ന് ചേർക്കുമ്പോൾ അതിൽ കള്ളത്തരം വന്നു, അല്ലെങ്കിൽ ആയുർവേദം എന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥവ്യത്യാസം വന്നു. അപ്പോൾ ഇങ്ങനെ പദങ്ങളുടെ പ്രയോഗം നമ്മൾ ഏതർത്ഥത്തിൽ പ്രയോഗിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ മെഡിസിൻ
അല്ലെങ്കിൽ ഹോമിയോ മരുന്ന് എന്നുള്ളത് നമുക്കൊരു ഹോമിയോ മരുന്നിൽ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് ഫലപ്രാപ്തി ഉള്ളതല്ല എന്ന് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ ഈശ്വരവിശ്വാസിയോ ഭൗതിക വിശ്വാസിയോ എന്നുള്ള വ്യത്യാസം പോലും ഉണ്ടാവില്ല. കാരണം ഒരു ഭൗതികവാദിയോട്, പ്രത്യേകിച്ച് ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസ്റ്റിനോട്, ഒരു വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദിയോട് നമ്മൾ പറയുകയാണ് ഹോമിയോ മരുന്ന് ശരിയല്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ ഭൗതികവാദിയാണ്. ഹോമിയോ മരുന്നെന്ന് പറയുന്നത് ഒരു ഭൗതിക വസ്തുവാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് തകരാറ്? മരുന്നുണ്ട്, അല്ലെങ്കിൽ അസുഖമുണ്ട്, അസുഖത്തിന് വിപരീതമായി മരുന്നുണ്ട്. അപ്പോൾ രണ്ട് വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നില്ലേ? അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്കത് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അയാളുടെ വിശ്വാസമനുസരിച്ച് വൈരുദ്ധ്യങ്ങൾ പ്രവർത്തിക്കുന്നു, അവിടെ മരുന്ന് പ്രവർത്തിക്കുന്നു, പിന്നെ അസുഖമുണ്ട്, അസുഖത്തിന്മേൽ മരുന്ന് പ്രവർത്തിക്കുന്നു. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അയാൾ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സാമ്രാജ്യത്വവാദികളാണല്ലോ, നിങ്ങൾ സാമ്രാജ്യത്വം നിർമ്മിച്ച മരുന്ന് ഇവിടെ വിറ്റഴിക്കാനാണല്ലോ ശ്രമിക്കുന്നത് എന്ന് തിരിച്ചൊരു മറുപടിയായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മെഡിസിൻ എന്നൊരു പദത്തെ അതിന് മുമ്പിൽ എന്ത് ചേർക്കുന്നു എന്നുള്ളതാണ് ആ പദത്തിൻ്റെ ശരിക്കുള്ള വാല്യൂ. ആ പദത്തിൻ്റെ വാല്യൂവിനും പിറകിലേക്ക് നമ്മൾ ഹോമിയോ എന്നോ മോഡേൺ മെഡിസിൻ എന്നോ അല്ലെങ്കിൽ ആയുർവേദമെന്നോ ചേർക്കുമ്പോൾ ആ പദത്തിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മളൊരു പദം പ്രയോഗിക്കുന്നത് ഏതർത്ഥത്തിലാണ് മരുന്ന് കഴിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ ഒരു സത്യപ്രസ്താവനയാവും. അതിൻ്റെ പിന്നിൽ എന്ത് ചേർക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ആ പ്രസ്താവനയുടെ അതിൻ്റെ പൊരുളിൻ്റെ വാല്യൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് തന്നെ ഈ ക്യാപിറ്റലിസം എന്ന പദത്തിനും ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു സാമ്രാജ്യത്വവാദികളുടെ മരുന്നുകളാണ് നിങ്ങൾ കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അവരുദ്ദേശിക്കുന്നത് ക്യാപിറ്റലിസമാണ്. ഇപ്പോൾ ഈ ക്യാപിറ്റലിസത്തിൻ്റെ മലയാളം നമ്മൾ പറയുന്നത് മുതലാളിത്തം എന്ന വാക്കാണ്. ഈ മുതലാളിത്തം എന്ന വാക്ക് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കാത്തൊരർത്ഥം, നമ്മൾ ക്യാപിറ്റലിസം മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് മുതലാളിത്തം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കാത്തൊരർത്ഥമാണ് കടന്നു വരുന്നത്. അപ്പോൾ മുതലാളിത്തം എന്ന് പറയുമ്പോൾ മുതൽ കൈകാര്യം ചെയ്യുന്ന ചില വ്യക്തികൾ ചുറ്റും കൂടിയിരുന്ന് ഗൂഢാലോചന നടത്തി ഈ ലോകം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്ന ഒരു അർത്ഥചിത്രം അതിലേക്ക് വരും. ക്യാപിറ്റലിസത്തിന് ആ ഒരു അർത്ഥമില്ല. കാരണം ക്യാപിറ്റലിസം ഒരു വ്യവസ്ഥിതിയാണ്, നമ്മുടെ കാർഷിക വ്യവസ്ഥിതി പോലെ പിന്നീട് നമ്മുടെ ലോകത്ത് വന്നൊരു വ്യവസ്ഥിതിയാണ് ക്യാപിറ്റൽ വ്യവസ്ഥിതി. അതിൻ്റെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മുതലാളിത്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പഴയ കാലത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണെന്ന് ആൾക്കാർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കള്ളത്തരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ സാരോപദേശ കഥകളാണ് പിന്നീട് നമുക്ക് നൽകിയിട്ടുള്ളത്. സാരോപദേശ കഥകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇന്നയാൾ വഞ്ചകനാണ്, അത് നമ്മൾ കരുതിയിരിക്കണം, അല്ലെങ്കിൽ ഇന്നയാൾ കള്ളനാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില ആൾക്കാർ കള്ളന്മാരാണ്, അപ്പോൾ ഇത് കരുതിയിരിക്കണം എന്ന് നമുക്കറിയാൻ വേണ്ടി ഈ സത്യപ്രസ്താവനയിൽ കള്ളത്തരം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ജനതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിർമ്മിച്ച ഒന്നാണ് സാരോപദേശ കഥകൾ. ഇങ്ങനെയുള്ള ചില പ്രസ്താവനകൾ നമ്മുടെ ജീവിത പരിസരത്ത് നിന്നുള്ളതോ ജീവിതഗന്ധിയാണെന്ന് തോന്നിക്കുന്നതായ ചില പ്രസ്താവനകൾ ഉണ്ട്. നിങ്ങളെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്നവർ നിങ്ങളോടെല്ലാം തുറന്നു പറയുന്നു, വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നു. ഇങ്ങനെയുള്ള ചില കോട്സുകളുണ്ടല്ലോ, നമ്മുടെ നിത്യജീവിത അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയെന്ന് തോന്നിപ്പിക്കുന്ന ചില കോട്സുകൾ. നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ തുടങ്ങുന്ന കാലത്ത്, പ്രത്യേകിച്ച് വാട്സപ്പ് തുടങ്ങുന്ന കാലത്ത് ആൾക്കാർ അധികമായി ഫോർവേഡ് ചെയ്തിരുന്ന മെസ്സേജുകളാണ്. നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിച്ചിരുന്നത് ഇത്തരം മെസ്സേജുകളും ഗുഡ് മോർണിംഗും ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് ഒരു കാലത്ത് പത്രവാർത്ത തന്നെ വന്നതാണ്. അപ്പോൾ ഇത്തരം മെസ്സേജുകൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതെങ്ങനെ ഈ പ്രസ്താവനകൾ എന്താണ്? ഇതിനകത്ത് അത്ര വലിയ കാര്യമൊന്നുമില്ല. അതായത് നിങ്ങളെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്നവർ നിങ്ങളോടെല്ലാം തുറന്നു പറയുന്നു, വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുന്നു. ഈ പ്രസ്താവനയിൽ വലിയ വാസ്തവമൊന്നുമില്ല. നമ്മൾ ഇതിനെപ്പോൾ ജനറലൈസ് ചെയ്താണ് സ്വീകരിക്കുന്നത്. അല്ല, ഇങ്ങനെ ഓരോ അനുഭവങ്ങൾക്കും ഓരോ പ്രസ്താവനകൾ വെച്ചിട്ട് നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ ക്രമേണ കുറഞ്ഞു വരികയാണ്. സമൂഹം കുറേ കൂടെ റാഷണലായപ്പോൾ ഇതുപോലുള്ള ഇപ്പം നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന വാട്സപ്പുകളിൽ തുടക്കകാലത്തുണ്ടായിരുന്ന പോലുള്ള ഫോർവേഡിങ് മെസ്സേജ്, ഇത്തരം മെസ്സേജുകൾ വളരെ കുറഞ്ഞെന്ന് കാണാം. കാരണം അവർ തന്നെ ഗ്രൂപ്പ് രൂപീകരിച്ച് അവരവരുടെ പ്രൊഫഷണലിലേക്ക് അവർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രൊഫഷണൽ, അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സംഘടന വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു.
വക്കീലന്മാർ അവരുടെ ഗ്രൂപ്പിൽ അവരവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇത്തരം മെസ്സേജുകൾ, എന്നാൽ തുടക്കകാലത്ത് അത്തരം ഗ്രൂപ്പുകളിൽ പോലും ഇത്തരം മെസ്സേജുകളാണ് രാവിലെ ഫോർവേഡ് ചെയ്തിട്ടുണ്ടിരുന്നത്. അപ്പോൾ അത്തരക്കാരോട് കൂടെയുള്ള ഗ്രൂപ്പിൽ ആൾക്കാർ ചോദിക്കും, ഓ അവൻ വെറുപ്പിക്കൽ തുടങ്ങി. അപ്പോൾ ഇത്തരം മെസ്സേജുകൾ ഒരു വെറുപ്പിക്കൽ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ഇന്നത്തെ സമൂഹം ഇതിനൊരു ജനറലൈസ് ചെയ്താണ് കാണുന്നത്. ഏതെങ്കിലും വ്യക്തികളോ ഇങ്ങനെ ആയിട്ടല്ല നമ്മൾ കാണുന്നത്. മനുഷ്യന് കുറേ ദൗർബല്യങ്ങളുണ്ട്. അവൻ ചിലപ്പോൾ ഇന്ന് സ്നേഹത്തോടെ പെരുമാറാം, വൈകുന്നേരം ചിലപ്പോൾ അവൻ ദേഷ്യപ്പെട്ടെന്ന് വരാം. നമ്മൾ സത്യസന്ധനെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾ നാളെ നമ്മളെ ചതിച്ചു എന്ന് വരാം. ഇത് ഒരു ജനറലൈസ് ആയിട്ടുള്ള കാര്യമാണ് എന്നൊരു പൊതുധാരണയിലേക്ക് സമൂഹം മാറിയപ്പോൾ ഇത്തരം മെസ്സേജുകളുടെ ഫോർവേഡിങ് വളരെ കുറഞ്ഞു. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ നമ്മുടെ അമൃതാനന്ദമയി ശബരിമല വിഷയത്തിൽ പറഞ്ഞത്, അയ്യപ്പനെക്കുറിച്ച് പറഞ്ഞത്, സമുദ്രത്തിലെ മത്സ്യവും ടാങ്കിലെ മത്സ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ടാങ്കിൽ കിടക്കുന്ന മത്സ്യത്തിന് സമയാസമയം ഭക്ഷണം കൊടുക്കണം, വെള്ളം മാറ്റി കൊടുക്കണം, ഓക്സിജൻ കൊടുക്കണം. സമുദ്രജല മത്സ്യത്തിന് ഇത്തരം നിബന്ധനകൾ ഒന്നുമില്ല. അയ്യപ്പനെക്കുറിച്ച് പറഞ്ഞാണ്. അയ്യപ്പൻ ടാങ്കിൽ കിടക്കുന്ന മത്സ്യമാണ്. അതിന് ചിലപ്പോൾ വെള്ളം കൊടുക്കണം, ഓക്സിജൻ മാറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് അയ്യപ്പൻ കി ജയ് എന്നൊരു മുദ്രാവാക്യം കൂടെ വിളിച്ചു. അപ്പോൾ ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വാചകങ്ങളും പ്രസ്താവനകളുമാണ് ഒരു യുക്തിയുഗം വരുന്നതിന് മുമ്പ് ലോകത്തെ മുഴുവൻ ഭരിച്ചിരുന്നത്. അപ്പോൾ പക്ഷേ ഈ പ്രസ്താവന വന്നതോടുകൂടി ഫേസ്ബുക്കിലൊക്കെ വലിയ ട്രോളുകൾ ഇറങ്ങി. അതായത് അമൃതാനന്ദമയെ കളിയാക്കിക്കൊണ്ട് നിരവധി ട്രോളുകൾ ഇറങ്ങുകയുണ്ടായത്. ഇത് ഓർക്കേണ്ടത്, അമൃതഭാഷണമാണ് പറഞ്ഞിരുന്നത്. അമൃതഭാഷണം പുസ്തകമടിച്ച് കോപ്പികൾ, ഒത്തിരി ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ അമൃതാനന്ദമയി പറയുന്നത് ശരിയാണെന്ന് ധരിച്ച് അമൃതഭാഷണം എന്ന മാസിക വായിച്ച് ആരാധകരായിട്ടുള്ള നിരവധി ആൾക്കാരാണ്, അവരുടെ പിൻതലമുറയാണ് അമൃതാനന്ദമയി പറഞ്ഞ ഒരു വാചകത്തിൽ ഇപ്പോൾ ട്രോള് കണ്ടെത്താൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞതാണ്, ഒരു യുക്തിപരമായ സമൂഹത്തിലേക്ക് നയിക്കുമ്പോൾ ഇത്തരം ഈ സാരോപദേശം അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തെ ആവിഷ്കരിക്കുന്ന സത്യസന്ധത എന്ന് തോന്നുന്ന വാചകങ്ങളെ അപഗ്രഥിക്കുകയും അതിൽ കഴമ്പില്ല എന്ന് തോന്നി ട്രോളുകൾ ഇറക്കുകയും ചെയ്യുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറുന്നുണ്ട് എന്നുള്ളത്. വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞ വിശ്വാസപരമായ ഈ സത്യപ്രസ്താവനകളിൽ കള്ളത്തരമുണ്ടെന്ന് കണ്ടെത്തുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി, അതിനെ മറികടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് സാരോപദേശങ്ങളായിരുന്നു. സാരോപദേശം കൊണ്ട് മനുഷ്യനെ കുറേ കൂടെ നന്നാക്കാം, അല്ലെങ്കിൽ ഈ സത്യപ്രസ്താവനകളിൽ കള്ളത്തരം അടങ്ങിയിട്ടുണ്ടെന്ന് മനുഷ്യനെ ധരിപ്പിക്കാൻ സാരോപദേശങ്ങളുണ്ടെങ്കിൽ, യുക്തിയുഗത്തിലേക്ക് വന്നപ്പോൾ, യുക്തിയുടെ ഒരു ചരിത്രത്തിലേക്ക് വന്നപ്പോൾ, യുക്തിപരമായി കാര്യങ്ങളെ അപഗ്രഥിക്കുമ്പോൾ ഭാഷയിൽ നിങ്ങൾക്ക് തെറ്റുപറ്റാം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഫാലസി എന്നാണ്. കുയുക്തികൾ പ്രയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അയുക്തികമായ കാര്യങ്ങൾ സംസാരിക്കുക. ഞാൻ പറഞ്ഞ വിശ്വാസത്തിൽ സത്യസന്ധതയുടെ അളവുകോൽ സാരോപദേശ കഥകളിലൂടെ ആയിരുന്നെങ്കിൽ, യുക്തിപരമായൊരു യുഗത്തിൽ, യുക്തിപരമായ വിചിന്തനശേഷിയുള്ളൊരു സമൂഹത്തിൽ നമ്മൾ അതിനുപയോഗിക്കുന്ന അളവുകോൽ ഫാലസിയാണ്. നിങ്ങൾ പറഞ്ഞത് അത്ര ശരിയായില്ല, നിങ്ങൾ പറഞ്ഞത് ഫാലസിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വാചകത്തിൽ, അതിനകത്ത് രണ്ടാമത്തെ വാചകത്തിൽ സെക്കൻഡ് ഷോയ്ക്ക് സ്ത്രീകളില്ല എന്നത് സ്ത്രീകളോട് വിവേചനമുണ്ട് എന്നതിന് തെളിവല്ല. നമ്മൾ സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നു, സെക്കൻഡ് ഷോയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ സ്ത്രീകൾ വളരെ കുറവാണ്. അപ്പോൾ ഒരാൾ പറയുകയാണ് സെക്കൻഡ് ഷോയ്ക്ക് സ്ത്രീകളില്ല എന്നുള്ളത് സ്ത്രീകളോട് വിവേചനമുണ്ട് എന്നതിന് തെളിവല്ല. കാരണം എന്താ? അദ്ദേഹം പറയുകയാണ് അവർക്ക് താല്പര്യമില്ല, രാത്രി കാലത്ത് പുറത്തിറങ്ങുന്നതിന് സ്ത്രീകൾക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് സെക്കൻഡ് ഷോയ്ക്ക് സ്ത്രീകളില്ലാത്തത്. അല്ലെങ്കിൽ കുട്ടികളായിട്ട് കിടന്നുറങ്ങുന്നതിനാണ് അവർക്ക് താല്പര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ക്ഷീണമായി, അതുകൊണ്ട് അവർ പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറയുന്നു. ഇതും നമ്മൾ അമൃതാനന്ദമയിക്ക് ട്രോളിറക്കിയതുപോലെ ട്രോളിറക്കാവുന്ന ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ യുക്തിവിചാരശേഷിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആരും ട്രോളിറക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അമൃതാനന്ദമയുടെ കാര്യത്തിൽ നിരവധി ട്രോളുകൾ ഇറങ്ങിയത് പിന്നീട് ഇങ്ങനെയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ ചെന്നാൽ ബസ് കിട്ടുമെന്ന് വിചാരിച്ച് ഫുൾ സ്റ്റോപ്പിൽ നിന്നാൽ ഫുള്ള് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധി ഇതിനനുബന്ധമായ ട്രോളുകൾ ഇറങ്ങുകയുണ്ടായി. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സെൻറ്റൻസിന് സെക്കൻഡ് ഷോയ്ക്ക് സ്ത്രീകളില്ല എന്നത് സ്ത്രീകളോട് വിവേചനമുണ്ടെന്നതിന് തെളിവല്ല എന്നൊരു വാചകം കേൾക്കുമ്പോൾ ഇതേതോ യുക്തിവാദി പറഞ്ഞതാണ്. അപ്പോൾ യുക്തിവാദി പറഞ്ഞപ്പോൾ എന്തോ കഴമ്പുണ്ട്, അതിന് ട്രോൾ ഇറക്കണ്ട എന്നൊരു വിചാരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ, നമ്മൾ യുക്തിവാദികളെന്ന് പറയുന്നവർ വിശ്വാസികളെക്കാൾ ഉയർന്ന തരത്തിലായതുകൊണ്ട് യുക്തിവാദികൾക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ ട്രോൾ ഇറക്കാം,
എന്നാൽ ഒരു യുക്തിവാദി പറഞ്ഞ കുയുക്തികമായ കാര്യത്തിന് ഈ യുക്തിവാദത്തെക്കാൾ ഉയർന്ന തലത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ട്രോൾ ഇറക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾക്കും ട്രോൾ ഇറക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ യുക്തിവിചാരശേഷിയിൽ ആരോഗ്യകരമായൊരു സമൂഹമായി നമ്മൾ മാറുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഫാലസിയുടെ കാര്യം പറഞ്ഞു, അതായത് വിശ്വാസത്തിൽ അവരെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി സാരോപദേശം പറയുമ്പോൾ യുക്തിയുഗത്തിന് ശേഷമുള്ളൊരു സമൂഹത്തിൽ നിങ്ങൾക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് ഫാലസി. നിങ്ങൾ തെറ്റ് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അയുക്തികമായി സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഫാലസി പ്രവർത്തിക്കുന്ന വിധം ഞാനൊന്ന് പറയാം. ഫാലസി പലതരത്തിലുണ്ട്. അഡ് ഹോമിനം, അതായത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അപ്പീൽ ടു അതോറിറ്റി. ഒരു അപ്പീൽ പറഞ്ഞ, അല്ലെങ്കിൽ ഒരു അതോറിറ്റി പറഞ്ഞത്, ഒരു അധികാരി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതേപടി തന്നെ ആവർത്തിക്കുക, സത്യസന്ധമാണ്, ഈ അധികാരി പറഞ്ഞതല്ല, അതുകൊണ്ട്, അല്ലെങ്കിൽ അറിവുള്ളവർ പറഞ്ഞ ആളാണ്, അറിവുള്ളവർ പറഞ്ഞതുകൊണ്ട് ഇത് വളരെ സത്യസന്ധമായ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളത് വിശ്വസിക്കുക. ഞാൻ മറ്റൊരുദാഹരണം പറയുന്നത് എക്സാമ്പിൾ ഫാലസി, അതായത് ഉദാഹരണ കുയുക്തി. ഒരു കാര്യം സമർത്ഥിക്കാൻ വേണ്ടി നമ്മളൊരു ഉദാഹരണം പറയുന്നു. ആ ഉദാഹരണത്തിൽ ഒരു കുയുക്തി അടങ്ങിയിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അതിനെക്കുറിച്ച് തന്നെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ മറ്റൊരാളുമായിട്ട് സംവാദം നടത്തുന്നിരിക്കട്ടെ. അപ്പം ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ നിൽക്കുന്നു. അപ്പുറത്ത് എന്നെ എതിർക്കുന്ന വേറൊരു സംവാദകൻ നിൽക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. കാരണം ആദ്യമായിട്ട് ലോകോത്തരമായൊരു ആശയം, അഹം ബ്രഹ്മാസ്മി തത്വമസി, അതായത് ഞാൻ ബ്രഹ്മമാണ്, നീയും ദൈവമാണ്, അപ്പോൾ നമ്മൾ എല്ലാവരും ദൈവം. നിങ്ങൾ ഹ്യൂമനിസം വരെ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ അതിനും അപ്പുറത്തേക്ക് നമ്മളെല്ലാം ദൈവമാണ്, ദൈവത്തിന് തുല്യരാണെന്നുള്ള മഹത്തായ ഒരു യൂണിവേഴ്സലായ ഒരു ആശയമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ത്രീകളെ സംരക്ഷിക്കണമെന്നാണ് നിങ്ങളെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്നാണ് നിങ്ങളെല്ലാം പറയുന്നത്. സ്ത്രീകളെ പൂജിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറയും. ഞങ്ങൾ ലോകമേ തറവാടെന്ന ആശയമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾ പണ്ട് കാലത്ത് ഒരു മരം വെട്ടുമ്പോൾ പോലും ആ മരത്തിനോട് അനുവാദം ചോദിക്കുമായിരുന്നു, അതിൽ പാർക്കുന്ന കിളികളോടും പക്ഷികളോടുമൊക്കെ അനുവാദം ചോദിക്കുമായിരുന്നു. ഇത്തരം മഹത്തായൊരു ഒരു ദർശനം നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ തിരിച്ച് അദ്ദേഹം പറയുകയാണ്, അപ്പോൾ നിങ്ങൾ ഈയം ഉരുക്കി ഒഴിച്ചതോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈയം ഉരുക്കി ഒഴിച്ചത് എന്തിനാണ്? വിദ്യ അഭ്യസിച്ച് കഴിഞ്ഞാൽ ഈയം ഉരുക്കി ഒഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു ശംഭൂകനുണ്ടായിരുന്നു, അദ്ദേഹത്തെ നിങ്ങൾ മറഞ്ഞിരുന്ന് കൊന്നത് എന്തിനാണ് എന്ന് ചോദിക്കും. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നല്ല നിങ്ങൾ പറഞ്ഞത്, അതെന്തിനായിരുന്നു? അതുപോലെ തന്നെ നിങ്ങൾ ഈ മരത്തിനോട് അനുവാദം ചോദിക്കുന്നു, പക്ഷികളോട് അനുവാദം ചോദിക്കുന്നു, അവരൊന്നും തിരിച്ച് പറയില്ലല്ലോ. ഈ മരം വെട്ടാൻ വരുന്ന ആളോട് വെട്ടാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, നിങ്ങൾ മിച്ചറിൽ നിന്ന് കപ്പലണ്ടി ഇവർക്ക് തിന്നുകയാണ്. നിങ്ങളിതാണ് ഈ മിച്ചർ കണ്ടപ്പോൾ പെട്ടെന്ന് കപ്പലണ്ടി ഇവർക്ക് തിന്നലാണ് എന്ന് പറയുമ്പോൾ ഞാനൊരു 50 പേരെ കൊണ്ടിരുത്തിയിട്ട് അവർ കൈയടിക്കുന്നു. അപ്പം ഞാൻ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ. ഇതേ സമയം തന്നെ ഇയാളാണ് ആദ്യം പറയുന്നത്. ഞാനിത് പറയുന്നതിന് മുമ്പ് അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് എന്നോട് പറയുന്നത്, നിങ്ങൾ മിച്ചറിന്ന് കപ്പലണ്ടി പെറുക്കി തന്നെയാണ്. കാരണം ഞാൻ ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഞാനാണ് മിച്ചറിന്ന് കപ്പലണ്ടി പെറുക്കി തിന്നതെന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് ആദ്യം പറയുന്നതെങ്കിൽ, അദ്ദേഹം ഒരു 50 പേരെ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ അവരാണ് ആദ്യം കൈയടിക്കുന്നതെങ്കിൽ അദ്ദേഹം വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇതൊരു യുക്തിപരമായ ഒരു അപഗ്രഥന രീതിയല്ല. ഇതാണ് എക്സാമ്പിൾ ഫാലസി. ഒരു വസ്തുത പറഞ്ഞൊരു ഘട്ടത്തിലെത്തുമ്പോൾ ഇതെൻ്റെ പിടിവിട്ടു പോകുന്നെന്ന് അറിയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫാലസിയാണ് എക്സാമ്പിൾ ഫാലസി. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതാണ് നമ്മളൊരു ഭാഷ സത്യസന്ധമായിരിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ആ യുക്തിവിചാര അപഗ്രഥന ശേഷിയിൽ നിന്ന് തന്നെ പറയണം. അതിനെ മറ്റ് ഫാലസികളുമായിട്ട് കണക്ട് ചെയ്ത് വിജയിച്ചു എന്ന അർത്ഥത്തിലല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അറിയാനും അറിയിക്കാനുമാണ്. ഈ താർക്കികം എന്ന് പറയുന്ന പഴയ ശങ്കരാദ്വൈതത്തിലുള്ളതാണ്. തർക്കിച്ച് വിജയിക്കുന്നയാൾ വിജയിച്ചു എന്നുള്ളത്. നമ്മൾ ഇന്നത്തെ രീതി അങ്ങനെയല്ല. അറിയിക്കുകയും ചെയ്തതിൽ ആൾക്കാർ വിലയിരുത്തും ഏതാളാണ് കൂടുതൽ ഫാക്റ്റ് പറഞ്ഞത്, ഏതാളാണ് അതിൽ കൂടുതൽ യുക്തിവിചാരശേഷി അപഗ്രഥനം നടത്തിയത്, ഈ യുക്തിവിചാരശേഷിയിൽ എത്രമാത്രം നമുക്ക് മുന്നോട്ട് നയിക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്ന് ഒരു പൊതുസമൂഹം അപഗ്രഥിക്കുന്നതിൽ നിന്നാണ് ഒരാൾ സത്യസന്ധമായ ഭാഷയാണോ ഉപയോഗിച്ചതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം ഘട്ടത്തിൽ നമുക്ക് പറ്റില്ലെങ്കിൽ ഈ കുമാരനാശാൻ പറഞ്ഞ നളിനി ഒരു കാവ്യം എന്നതിലൂടെ കുമാരനാശാൻ പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം. തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ
ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ, ഇന്ന് ഭാഷ ഇത് അപൂർണമങ്ങഹോ, വന്നു പോവും പിഴയും അർത്ഥശങ്കയാൽ. ഇപ്പോൾ ഭാഷയിൽ നമുക്ക് പിഴയൊക്കെ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഭാഷ അപൂർണമാണ്. അത് ഈശ്വരനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോൾ ഇവിടെ ദിവാകരനോട് നളിനി പറയുന്നതാണ്. ദിവാകരൻ ഒരു ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഉത്തിഷ്ഠ ശൃംഗത്തിൽ നിൽക്കുന്നു. നളിനി അവിടെ പ്രേമപാരവശ്യത്തിൻ്റെ സമഗ്രതയിൽ നിൽക്കുന്നു. അപ്പോൾ രണ്ടുപേരും രണ്ട് ലോകത്തിലാണ്. എങ്കിലും ഈ ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് എന്തോ ഭയങ്കര സംഭവമായതുകൊണ്ട് പ്രേമം മനസ്സിലാക്കാൻ ശേഷി ദിവാകരൻ ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ ഹമ്പിളായി നളിനി പറയുകയാണ്, ഞാൻ പറയുന്നത് അങ്ങേക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ ഒരു അവസ്ഥയിലാണ്, ഇത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു സംശയമുണ്ട്, എൻ്റെ ഭാഷ പൂർണ്ണമാണോ ശരിയാണോ? ഇത് നമുക്ക് സംസാരിക്കുന്നവർക്കും പ്രഭാഷകർക്കും നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു ഹംബിൾനെസ് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തിരിച്ച് ഇദ്ദേഹം പറയുന്നത്, ഞാനിതിനൊന്നും താല്പര്യപ്പെടുന്നില്ല, ഈ പ്രേമത്തിലൊന്നും താല്പര്യപ്പെടുന്നില്ല. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ് ദിവാകരൻ നളിനോട് പറയുന്നത്. അതായത് സ്വന്തം ജീവിതം അന്യജീവനുതകി നല്ലതാക്കുന്നവരാണ്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഏറ്റവും നല്ല വിവേകികൾ എന്ന് പറയുമ്പോൾ അവിടെ നളിനി ദിവാകരന് മാത്രമേ ഉള്ളൂ. അവിടെ അന്യജീവനായിട്ട് നളിനി മാത്രമേ ഉള്ളൂ. പക്ഷേ നളിനിക്ക് ഫേവറായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്താദൃശമാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് സംശയം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കാൻ അന്യജീവനായിട്ട് ആരാ? നളിനി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആദർശമൊക്കെ പറയുമ്പോൾ അതെന്തുമാത്രം പൊരുത്തപ്പെടുന്നതാണ്, പ്രായോഗികമാണെന്ന് നോക്കിക്കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് നമുക്ക് ഈ ഭാഷയിലെ ചില കാര്യങ്ങൾ പരിശോധിക്കുന്നതിന്, ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു ഭാഷാ പ്രയോഗമാണ് ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി പൂവാണെന്ന് പറയുക എന്നത്. അപ്പോൾ നമ്മൾ ചങ്ക് തന്നെ എടുത്ത് കാണിക്കുന്നു, ചെമ്പരത്തി പൂവാണെന്ന് പറയുന്നു. ചില ബിരുദന്മാരുണ്ട്, ആദ്യം ചങ്കിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് കാണിക്കും, അപ്പോൾ എല്ലാവരും വിശ്വസിക്കും. പിന്നീട് ചെമ്പരത്തി പൂ മാത്രം കാണിക്കും, അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇദ്ദേഹം ചങ്ക് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം കാണിക്കുന്നത് ചെമ്പരത്തി പൂവാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ലാബ് ടെസ്റ്റൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശാസ്ത്രം വന്നപ്പോൾ ഈ ഭാഷാപ്രയോഗങ്ങളല്ല, ഭാഷാപ്രയോഗങ്ങൾ ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ അതിലെ കഥാപാത്രമായ ഷമ്മി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജത്തി മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. അയാളെ വിവാഹം കഴിക്കാൻ വേണ്ടി ആ വീട്ടിലെ മുതിർന്ന അംഗമെന്ന നിലയിൽ ഷമ്മിയായിട്ട് ആലോചന നടത്തുമ്പോൾ ഷമ്മി പറയുന്നു, നീ സ്നേഹിക്കുന്ന അയാൾ പല തന്തയ്ക്ക് പിറന്നവനാണ്, ഞാനാണെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ്. അപ്പം നമുക്ക് ആ സംസ്കാരം ചേരില്ല, പല തന്തയ്ക്ക് പിറന്ന സംസ്കാരം ചേരില്ല എന്ന് പറയുമ്പോൾ അതിലെ ഭാര്യയുടെ അനുജത്തി പറയുന്നത് ടെക്നിക്കലി പോസിബിൾ അല്ല എന്നാണ്. അതായത് പല തന്ത എന്നുള്ളത് ഒറ്റ തന്ത മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ്. പല ആൾക്കാർ ഒരു ഭാര്യയ്ക്കുണ്ടെങ്കിൽ പോലും ഒരു മകൻ ഒരാളുടെ മാത്രമായിരിക്കും, അത് ടെക്നിക്കലി പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ DNA ടെസ്റ്റ് നടത്താവുന്ന ഒരു ഘട്ടമുണ്ട്, ആരാണ് അച്ഛൻ എന്നുള്ളത്. ഇത് യുക്തിവാദികൾ ഒരു കാലത്ത് വളരെ പ്രതിസന്ധി നേരിട്ടിരുന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഒരു 20 വർഷം മുമ്പൊക്കെ DNA ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര വ്യാപകമായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ യുക്തിവാദമൊക്കെ പറഞ്ഞ്, പലർക്കും പരിചയമുണ്ട്, യുക്തിവാദമൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ചില ചാണകത്തലയന്മാരുണ്ട്. ഈ ചാണകത്തലയന്മാരെന്ന് പറയുമ്പോൾ ഞാൻ അധിക്ഷേപ വാക്കായിട്ട് ഉദ്ദേശിക്കുന്നതല്ല. ശബരിമലയിൽ സ്ത്രീകൾ കയറിയപ്പോൾ അവിടെ ചാണകം തളിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ കയ്യടിക്കുന്ന ആരാണോ അവർ ചാണകത്തലയന്മാരാണ്. അപ്പോൾ അത്തരം ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ അടുത്തൊക്കെ നിന്നിട്ട് ചോദിക്കും, യുക്തിവാദിയാണെന്നല്ലേ, അച്ഛനാരാണെന്ന് പിന്നെ ഡോട്ടാണ്, അച്ഛനാരാണെന്ന് പറഞ്ഞു വരുന്നത് മനസ്സിലായി, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും മറുപടി കൊടുത്തിട്ടുള്ളത്, എൻ്റെ എൻ്റെ അച്ഛൻ്റെ മകനല്ല ഞാനെന്നുള്ളതും എനിക്ക് എൻ്റെ അച്ഛനല്ല എന്നുള്ളതും ഞങ്ങളുടെ ബന്ധത്തെ ബാധിക്കുന്നില്ല എന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അക്കാലത്ത് മറുപടി കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ DNA ടെസ്റ്റ് വന്നപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിലച്ചു. ഞാൻ പറഞ്ഞൊരു ലാബ് ടെസ്റ്റ് വന്നപ്പോൾ നമ്മുടെ സംസ്കാരത്തിലുണ്ടായ ഒരു മാറ്റമാണ്. അപ്പോൾ അങ്ങനെയും ചില മാറ്റങ്ങൾ വരാം. ലാബിൽ ടെസ്റ്റ് ചെയ്തത് കൊണ്ട് ചില ചോദ്യങ്ങൾ ഇല്ലാതെ വരാം. അപ്പോൾ നമുക്ക് പദാർത്ഥ ലോകത്തും മാനസിക ലോകത്തും ഈ മാറ്റം വരുന്നുണ്ട്. യുക്തിചിന്ത രണ്ട് തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് പദാർത്ഥ ലോകത്ത് നേരിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ മാനസിക ലോകത്തും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ യുക്തിവാദികൾക്ക് തന്നെ പറ്റുന്നൊരു അബദ്ധമുണ്ട്. ചിലർ ഈ പദാർത്ഥ ലോകത്തെ ഈ ചലനങ്ങൾ മാത്രം, സയൻസിൻ്റെ ചലനങ്ങൾ മാത്രമായിരിക്കും കൂടുതൽ പെട്ടെന്ന് അവർക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ മാത്രം അവർ വ്യാപരിക്കും. ഈ മാനസിക ലോകത്തെ മാറ്റങ്ങളെ അവർ തള്ളിക്കളയും. അപ്പം അങ്ങനെ നമുക്ക്
ഞാൻ പറഞ്ഞ സയൻസിൻ്റെ അല്ലെങ്കിൽ യുക്തിചിന്തയുടെ മാറ്റം ലാബ് ടെസ്റ്റിലൂടെ നടക്കാം, ഒരു സാംസ്കാരിക പരിവർത്തനത്തിലൂടെ നടക്കാം. ഇതിന് രണ്ടും നമുക്ക് തുല്യ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ ഈ സാംസ്കാരിക പരിവർത്തനം ആ സിനിമയെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ലാബ് ടെസ്റ്റിൻ്റെ ഉദാഹരണം പറഞ്ഞു, DNA നമുക്ക് പരിശോധിക്കാം. ആ സിനിമയെ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് ഈ ഭാര്യയുടെ അനിയത്തിയായിട്ട് ഈ ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം ഷമ്മി ഒരു സംഭാഷണം നടത്തുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എടീന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യ ഇടപെട്ടിട്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഞാൻ അവൾക്ക് ചേട്ടനെ പോലെ അല്ലേ എന്ന് പറയുമ്പോൾ ഭാര്യ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നത്, ഏത് തരം ചേട്ടനാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു സാംസ്കാരിക മാറ്റമാണ്. ഏത് തരം ചേട്ടനാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക മാറ്റമാണ്. നമുക്കത് ലാബ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ചേട്ടൻ്റെ മനോഭാവം എന്താണ്, ചേട്ടൻ ആത്മാർത്ഥതയോടാണോ അതോ ചെമ്പരത്തി പോവാണോ കാണിക്കുന്നത്, ഇത് നമുക്ക് പലപ്പോഴും ലാബ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്രസ്താവനയോടുകൂടി അതുവരെയുള്ള ഭാര്യയല്ലാതെ മാറിയതാണ് വേറൊരു സാംസ്കാരിക പരിവർത്തനം. അതുവരെ പിന്നെ ഫഹദ് ഫാസിൽ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ നീ പേടിക്കണ്ട മോളെ, നീ എന്നെ എന്തിനാ ഇത്ര പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു 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 എന്താ ഒരു ആധുനിക എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഈ വിടൻ എന്നല്ല വേറൊരു വാക്കുണ്ടല്ലോ, അതായത് ഒരു പുരുഷൻ്റെ എല്ലാ അധികാരത്തോടും കൂടി സ്ത്രീകളോട് ശൃംഗാരപരമായിട്ടൊക്കെ പെരുമാറുന്ന ഒരു പുരുഷൻ്റെ പ്രതീകമുണ്ടല്ലോ, അത് കൃത്യമായിട്ട് അവിടെ ഫഹദ് ഫാസിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് മോളെ നീ എന്തിനാ എന്നെ പേടിക്കുന്നത്, ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ബൈക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ പെണ്ണ് പേടിച്ച് പുറകോട്ട് പോകുന്നതും ആ ബൈക്കും അവൻ്റെ ഒരു ഗാംഭീര്യവും ആ പുരുഷ മേധാവിത്വത്തിൻ്റെ എല്ലാ പ്രതീകവും അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഏതുതരം ചേട്ടനാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്ന ഒറ്റ വാചകത്തോടു കൂടി ആ ഗ്യാസെല്ലാം പോയി, ആ പൗരുഷത്തിൻ്റെ ഗ്യാസെല്ലാം പോയി മൂലയ്ക്ക് മാറിയിരുന്ന് മുഖം പൊത്തി നിൽക്കുന്ന ഫഹദിനെ കാണുന്നുണ്ട്. പിന്നെ അതൊരു മാനസിക രോഗിയായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ആ നിമിഷം അദ്ദേഹം അങ്ങനെ മാറുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള പ്രത്യേകത അതുവരെയുള്ള ഭാര്യ അല്ല ഇനിയുള്ള ഭാര്യ എന്ന് പറയുന്ന പദത്തിന് മാറ്റം വന്നു. എന്നതാണ് പറയുന്നത്, ഭാഷയുടെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരിക മാറ്റം കൊണ്ട് ആ പദമായിട്ട് തന്നെ നിലനിൽക്കുമെങ്കിലും അതിൻ്റെ പ്രയോഗത്തിൽ പിന്നീട് ഒത്തിരി മാറ്റം വന്നു. ഇത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു, മനുഷ്യൻ്റെ മാനസിക മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അങ്ങനെ നമ്മുടെ യുക്തിവാദത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നു. കഴിഞ്ഞ 300 മാറ്റമുണ്ടായ മാനസിക പരിവർത്തനവും ജനാധിപത്യം വന്നതും സെക്കുലറിസം വന്നതും നമ്മൾ അധികാരം പങ്കിട്ടതും പരസ്പരം പങ്കിടൽ ജീവിതം ആരംഭിച്ചതും അങ്ങനെ സുതാര്യമായൊരു ലോകത്തിലേക്ക് പോകുന്നതുമൊക്കെ കാര്യം പറയുമ്പോൾ അവിടെ അതിനെ പ്രതികരിക്കാൻ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ പോരാ, പൗരൻ എന്ന് തന്നെ പറയണം. കാരണം ഹോമോസാപ്പിയൻസിനെ നമുക്ക് ലാബ് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഹോമോസാപ്പിയൻസ് ആണോ, ഹോമോ ഇറക്ടസ് ആണോ, നിയാന്ത്രത്താൽ മനുഷ്യനാണോ എന്നുള്ളത് നമുക്ക് ലാബ് ടെസ്റ്റ് ചെയ്ത് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ ഒരു പൗരനെ നമുക്ക് ലാബ് ടെസ്റ്റ് ചെയ്ത് തീരുമാനിക്കാൻ പറ്റില്ല. പൗരനെ കൊണ്ടുപോയി ഇദ്ദേഹം പൗരനാണോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അതെന്താ, നമ്മുടെ ഈ 100-300 വർഷങ്ങളിലൂടെ യുക്തിപരമായി ചിന്തിച്ച് നമ്മൾ കൊണ്ടുവന്നൊരു മാറ്റമാണ്. ഈ കാടൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും കാട്ടിൽ നിന്ന അവസ്ഥയിൽ നിന്നും കാർഷിക അവസ്ഥയിലേക്ക് വന്നു, പ്രജയായി. ആ പ്രജയിൽ നിന്നും പൗരനിലേക്ക് വന്ന ഒരു 300-400 വർഷത്തെ വലിയൊരു മാറ്റമുണ്ട്. ഈ മാറ്റത്തിൻ്റെ ചരിത്രത്തെ കുറിക്കുന്നതിന് നമുക്ക് ഹോമോസാപ്പിയൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ആദിമ മനുഷ്യനും ഹോമോസാപ്പിയൻസ് ആണ്, ഇന്നത്തെ ആധുനിക മനുഷ്യനും ഹോമോസാപ്പിയൻസ് ആണ്. അപ്പോൾ ഹോമോസാപ്പിയൻസ് എന്നൊരു പദം വെച്ചിട്ട് നമുക്ക് ഇത്രയും ചരിത്രത്തെ അപഗ്രഥിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഉത്തരം നൽകേണ്ടി വരുമ്പോൾ ഞാൻ ഹോമോസാപ്പിയൻസ് ആണെന്നൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൗരനാണെന്നാണ് അവിടെ ഉത്തരം പറയേണ്ടത്. കാരണം എന്താ, ഈ ഞാൻ ഹോമോസാപ്പിയൻസ് ആണെന്ന് പറയുമ്പോൾ ഈ 300 വർഷത്തെ ചരിത്രത്തെ അപ്പാടെ തിരസ്കരിച്ച് കളയുന്നു. അത് ഞാൻ പറഞ്ഞു, ഭാഷാപ്രയോഗം നോക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഹോമോസാപ്പിയൻസ് ഒരു ഉത്തരം പറയേണ്ടി വരുമ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങൾ ജാതിയിൽ വിശ്വസിക്കുന്ന ആളാണോ, മതത്തിൽ വിശ്വസിക്കുന്ന ആളാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഹോമോസാപ്പിയൻസ് ആണ് എന്ന് പറയുമ്പോൾ ആൾക്കാർ കയ്യടിക്കുന്നുണ്ടെങ്കിൽ ഈ പൗരനെക്കുറിച്ച് അവർക്ക് ധാരണയില്ല എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മാനസിക ലോകത്ത് വരുന്ന മാറ്റം. ശാസ്ത്രത്തിൻ്റെ യുക്തിചിന്ത മാനസിക ലോകത്ത് വരുത്തുന്ന 300 വർഷത്തെ 400 വർഷത്തെ മാറ്റത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഹോമോസാപ്പിയൻസ് എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ പൗരനെന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് പരിവർത്തനപ്പെടണമെങ്കിൽ ഈ ഭാഷാപ്രയോഗം വരുത്തുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളത്, കേവലം കുറഞ്ഞ ഒരു ധാരണയെങ്കിലും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഹോമോസാപ്പിയൻസ് എന്നേ പറയുള്ളൂ. അതിൽ കൈയടിക്കുന്നവർ കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നത് ഈ ഇപ്പോൾ നമ്മൾ മാവോയിസ്റ്റുകളാണെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ മതവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ പറയുന്ന യുക്തിയുടെ ചരിത്രമൊന്നും ഞങ്ങൾക്കറിയില്ല, ഇങ്ങനൊന്നും അല്ല സമൂഹം വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ വന്ന 300 വർഷത്തെ 400 വർഷത്തെ ലോകത്ത് ജനാധിപത്യവും സംസ്കാരവും ഉടലെടുത്ത സമത്വ ഭാവനയൊക്കെ ഉടലെടുത്ത ഈ 100-300 വർഷത്തെ ചരിത്രം പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഉദാഹരണം പറയാൻ മാത്രമേ ഉള്ളൂ. ഈ എക്സാമ്പിൾ ഫാലസി എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു.
പക്ഷേ എക്സാമ്പിൾ ഫാലസി ആണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇത് ഞാനൊരു ഒരു ഉദാഹരണം പറയാം. ഇത് എങ്ങനെയാണ് ഈ യുക്തിചിന്ത എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഉദാഹരണമാണ്. പഠിച്ചാലാണ് അത് യുക്തിചിന്ത എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ മാനസിക പരിവർത്തനവും സാംസ്കാരിക പരിവർത്തനവും പൊളിറ്റിക്കലായും സാമൂഹികമായും മാറ്റം വരുത്തിയ ചരിത്രം പഠിക്കണമെങ്കിൽ ആ യുക്തിചിന്തയുടെ ചരിത്രം തന്നെ പഠിക്കണം. പണ്ടൊരു പയ്യൻ സൈക്കിൾ ചവിട്ട് പഠിച്ചു. അപ്പോൾ സൈക്കിൾ ചവിട്ടി അങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നല്ല പ്രാക്ടീസായി. ചവിട്ടി പോയപ്പോഴത്തേക്ക് ഒരു കൈയൊക്കെ വിട്ട് ചവിട്ടാനായി. അപ്പോൾ അവന് സന്തോഷമായി. ഒരു കൈ വിട്ട് ബെല്ലൊക്കെ അടിച്ച് അത്യാവശ്യം ബ്രേക്ക് പിടിക്കേണ്ട മാത്രം ബ്രേക്കൊക്കെ പിടിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ആയപ്പോഴത്തേക്ക് നല്ല പ്രാക്ടീസായി. അപ്പോൾ രണ്ട് കൈയും വിട്ട് ചവിട്ടാനായി. അപ്പോൾ രണ്ട് കൈയും വിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ടൗണിലൂടെ പോകുമ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞ സ്ഥലത്താകുമ്പോൾ രണ്ട് കൈയൊക്കെ വിട്ട് സൈക്കിൾ ഇങ്ങനെ ചവിട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിൽ പോലീസുകാർ. അപ്പോൾ പോലീസുകാരോട് തന്നെ ബ്രേക്ക് പിടിച്ച് നിർത്തി. അപ്പോൾ പോലീസുകാരൻ ഒരാൾ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നീ എന്താ കാണിച്ചത്? അത് സാറേ പിന്നെ സൈക്കിൾ ചവിട്ടി അത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഇത് നീ സൈക്കിൾ രണ്ട് കൈയും വിട്ട് ചവിട്ടി കഴിഞ്ഞാൽ എന്തെല്ലാം അപകടം ഉണ്ടാകും? അത് സാറേ ഓർത്തില്ല. ശരി, നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അടുത്ത സൈക്കിൾ വർക്ക്ഷോപ്പുകാരനെ വിളിച്ചു. അയാളെ വിളിച്ചിട്ടുണ്ട്. ഈ ഹാൻഡിൽ അഴിച്ചെടുക്കാൻ പറഞ്ഞു. ഹാൻഡിൽ അഴിച്ചെടുത്തിട്ടുണ്ട്. നീ ചവിട്ടാൻ പറഞ്ഞു. അപ്പോൾ അത് ചവിട്ടാൻ പറ്റില്ല. കാരണം എന്താ? ഹാൻഡിലെ പിടിക്കുന്നില്ലെങ്കിലും ഈ ശരീരം കൊണ്ട് നമ്മൾ ഒരു ബാലൻസ് ചെയ്തിട്ടാണ് ഹാൻഡിലെ പിടിക്കാതെ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഹാൻഡിൽ ഊരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചവിട്ടാൻ പറ്റില്ല. ഹാൻഡിൽ ഉള്ളത് കൊണ്ടാണ് ഹാൻഡിൽ പിടിക്കാതെ ചവിട്ടാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് യുക്തിചിന്തയുടെ പരിസരത്ത് നിന്നുകൊണ്ടാണ്, യുക്തിചിന്ത ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നത്. ആ യുക്തിചിന്തയുടെ ഹാൻഡിൽ ഊരിയെടുത്ത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഹാൻഡിൽ ഞാൻ ഈ മാവോയിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നിങ്ങൾ യുക്തിചിന്ത അല്ല സമൂഹത്തെ മാറ്റിയത്, അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. ഇത് നാസ്തികരോടും പറയേണ്ട ഒരു അവസ്ഥ വരുന്നതാണ്. നമ്മുടെ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ കൊണ്ടാണ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന യുക്തിചിന്തയുടെ ഹാൻഡിൽ കൊണ്ടാണ്. അല്ലാതെ ശാസ്ത്രപ്രചരണം മാത്രം കൊണ്ടല്ല. ശാസ്ത്രപ്രചരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം അറിയാനുള്ള വഴിയാണ്. അവിടെ നമ്മളെന്ന് പറയുന്ന വ്യക്തികളുടെ, നമ്മളുടെ കൂട്ടായ്മകളുടെ ഒരു അപഗ്രഥന ശേഷി കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹോമോസാപ്പിയൻസിൽ നിന്നും പൗരനിലേക്ക് മാറിയ ഒരു അപഗ്രഥനത്തിൻ്റെ ചരിത്രമാണ് ഈ യുക്തിചിന്തയുടെ ചരിത്രം. അവിടെ ഈ സൈക്കിൾ ഹാൻഡിൽ എനിക്ക് ആവശ്യമില്ല ഊരിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പറ്റില്ല. സൈക്കിൾ നിങ്ങൾ കൈ പിടിക്കുന്നില്ലെങ്കിൽ പോലും അവിടെ സൈക്കിളിൻ്റെ ഹാൻഡിലുണ്ടെങ്കിൽ മാത്രമേ സൈക്കിൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് നമുക്ക് ഈ ശാസ്ത്രപ്രചരണം എന്നുള്ള അർത്ഥത്തിൽ മാത്രം പോരാ, ചില മനസ്സിലാക്കലുകൾ. ചില വൈശാഖൻ തമ്പി അതിനെക്കുറിച്ച് പറയുന്നത് സയൻസ് സത്യത്തിൻ്റെ ഭാഷ സംസാരിക്കുമ്പോൾ സമൂഹത്തിൽ നമ്മളൊരു എൻജിനീയറിങ്ങിൻ്റെ ഭാഷയാണ്. അപ്പോൾ എങ്ങനെ ലോകം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അപ്പോൾ രാജാക്കന്മാരുടെ കാലത്ത് ഒരു 18-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിലോ ആ ഒരു സമയത്ത് നിങ്ങളാരെങ്കിലും ഇവിടെ വന്നൊരു ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കാർക്കും അത് മനസ്സിലാവില്ല. എന്താണ് ജനാധിപത്യം, ഇതൊക്കെ നടക്കുമോ എന്നുള്ളതായിരിക്കും. അത് നമ്മൾ പിന്നെ ധാരണകളിലൂടെ മാറ്റം വരുത്തി എൻജിനീയറിങ്ങിലൂടെ നമ്മൾ കൃത്രിമമായൊരു ലോകം നിർമ്മിച്ചെടുത്താണ്. ഇപ്പോൾ കൃഷി ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. കാരണം മരങ്ങളെല്ലാം ഇടകലർന്നാണ് വളരുന്നത്. ഒരിടത്തും മരങ്ങൾ ഒരുമിച്ച് നിന്ന് വളരുന്നില്ല. മനുഷ്യൻ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ നെല്ലാണെങ്കിലും ഒരുമിച്ച് നിൽക്കുന്നുള്ളൂ. ഈട്ടിത്തടിയാണെങ്കിലും മറ്റേ തേക്കിൻ തടിയാണെങ്കിലും അല്ലെങ്കിൽ റബ്ബറാണെങ്കിലും ഒരുമിച്ച് നിൽക്കുന്നത്. അവിടെ നമുക്കവിടെ പരിചരണം കൊടുക്കണം. വളർത്തുന്നതിനാവശ്യമായ ഒരു സജ്ജീകരണങ്ങൾ, നമ്മുടെ ഒരു മനസ്സിലാക്കൽ, ഒരു ക്രമീകരണങ്ങൾ, ഒരു എൻജിനീയറിംഗ് ഒക്കെ അവിടെ ആവശ്യമായി വരും. എന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ചില രീതികളുണ്ട്. ഒന്ന് ബൗദ്ധികമാണ്. ബൗദ്ധികമായ ചില നമ്മുടെ രീതികൾ. മറ്റൊന്ന് മനോഭാവമാണ്. പിന്നൊന്ന് പ്രായോഗികതയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയാണ്. ഈ ബൗദ്ധികം എന്ന് പറയുമ്പോൾ അവിടെ വാക്കിൻ്റെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞ അർത്ഥത്തിലല്ല ബൗദ്ധികം എന്നുള്ളതിനെ നമ്മളിനി പറയേണ്ടത്. ഞാൻ ഈ സ്ലൈഡിന് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഈ നമുക്ക് ട്രെമൻഡസ് ഡിസയർ ടു നോ, അറിയാനുള്ളൊരു അതിയായ ആഗ്രഹമാണ് ഈ ബൗദ്ധികത. ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം, സുതാര്യമായിരിക്കണം. അതിനകത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ചങ്ക് കാണിച്ചിട്ട് പിന്നെ ചെമ്പരത്തിപ്പൂ കാണിക്കുന്ന പരിപാടി, എന്നിട്ട് ചെമ്പരത്തിപ്പൂവിനെ ചങ്കാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയും ഈ ശാസ്ത്ര ലോകത്തും യുക്തിചിന്തയുടെ ലോകത്തും ശരിയല്ല. ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. ദ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ഫൈൻഡിങ് റിവീലിംഗ് ദ ട്രൂത്ത്, സത്യം പറയാനുള്ളൊരു അദമ്യമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. ഇതാണ് ബൗദ്ധികത എന്ന് പറയുമ്പോൾ. അപ്പോഴും നമുക്ക് ബൗദ്ധികതയെക്കുറിച്ചൊരു ധാരണ വരുന്നില്ല. ഈ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, കെൻഡി എന്ന് പറയുന്ന ആളുടെയാണ് ഇത്. അദ്ദേഹം ബൗദ്ധികതയെക്കുറിച്ച് പറയുന്നത് നോ ഡോക്ടറേറ്റ് ഡിഗ്രി, ദിസ് ആൻ ഇൻക്ലൂസീവ് അക്കാഡമി എന്നാണ് പറയുന്നത്. ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി അല്ല ബൗദ്ധികതയുടെ അളവ് നിശ്ചയിക്കുന്നത്, ഇൻക്ലൂസീവ് അക്കാഡമിയാണ്, ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ്. അതായത് കൂടുതൽ കാര്യങ്ങളെ, കൂടുതൽ ആൾക്കാരെ, കൂടുതൽ ജനസമൂഹത്തെ നമ്മളിലേക്ക് ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമുക്ക് ബൗദ്ധികമായ വളർച്ച ഉണ്ടാവുകയുള്ളൂ. ഇത് വ്യക്തികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു സമൂഹത്തിൻ്റെ ബൗദ്ധിക വളർച്ച എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനാണ്. ഇപ്പോൾ നമ്മളൊരു പ്രശ്നത്തെ വരുന്നു, പ്രശ്നത്തെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനകത്തൊരു ബൗദ്ധിക പരിണാമവും നടക്കുന്നില്ല.
ഉദാഹരണത്തിന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. സ്ത്രീകൾക്ക് പ്രശ്നങ്ങളില്ലാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു ബൗദ്ധിക വളർച്ചയില്ല. സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന സ്ത്രീകളെ നമ്മൾ ഇൻക്ലൂസീവ് ആക്കുമ്പോഴേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അകത്തൊരു ബൗദ്ധിക ലോകം, പുതിയൊരു ലോകം തുറക്കുന്നത്. ദളിത് പ്രശ്നങ്ങളാണെന്നുള്ള, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങളാണ്. ഇങ്ങനെ സമൂഹത്തിലെ ഏത് പ്രശ്നങ്ങളും നമ്മൾ ഇൻക്ലൂസീവ് ആകുന്നു, ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ അതിനകത്ത് പുതിയൊരു ബൗദ്ധിക ലോകം തുറക്കുന്നുള്ളൂ. അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബൗദ്ധികതയുടെ ആവശ്യമില്ല, പിന്നെ ഉള്ളത് വാചോടാപമാണ്. അതായത് റിട്ടറിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ് അല്ല, ഇൻക്ലൂസീവ് ആണ്. എന്തിനും തള്ളിക്കളയലല്ല, സ്വീകരിക്കുന്നതായിരിക്കണം ഒരു ബൗദ്ധികതയുടെ. അപ്പം നമ്മളിതുവരെ പറഞ്ഞത് ബൗദ്ധികത ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരുടെ ഒരു സംഭവം എന്നുള്ള തലത്തിലാണ് നമ്മൾ ബൗദ്ധികം എന്ന വാക്കിനെ വെച്ച്. ഞാനത് ആ ഭാഷയായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. സത്യം പറയുന്ന ഭാഷ എന്ന് പറയുമ്പോൾ ഈ ബൗദ്ധികത എന്ന് പറയുന്നത് ആധുനിക കാലത്ത് നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളാനുള്ള കഴിവിനെയാണ് ബൗദ്ധികത എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഓപ്പൺ മൈൻഡഡിൽ ശാസ്ത്രത്തിൻ്റെ ഒരു രീതിയിൽ, യുക്തിചിന്തയുടെ ഒരു രീതിയിൽ സുതാര്യമായും ഓപ്പൺ മൈൻഡായും സംസാരിക്കാനും കാര്യങ്ങളെ കൂടുതൽ ഇൻക്ലൂസീവായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു അക്കാഡമിക്കാണ് നമ്മൾ ബൗദ്ധിക ലോകം എന്ന് പറയേണ്ടത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊന്ന്. മറ്റൊന്ന് മനോഭാവം, ആറ്റിറ്റ്യൂഡ്. അപ്പം നമ്മൾ ആറ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ ഒരർത്ഥം ഇതാണ്, മൈ പവർ ഈസ് മൈ ആറ്റിറ്റ്യൂഡ്. എൻ്റെ ശക്തിയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ശക്തി, അതാണ് അയാളുടെ ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ അയാളുടെ ആത്മവിശ്വാസമാണ് അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ സ്റ്റാർ സിംഗറിലൊക്കെ മോളെ നന്നായിരുന്നു, നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡിൻ്റെ അർത്ഥം ആ അർത്ഥത്തിലല്ല മനോഭാവം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഇത് പവറിൻ്റെ അർത്ഥത്തിലുമല്ല, അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, അയാൾക്ക് പറയാനുള്ള കഴിവുണ്ട്, അതിലുമല്ല മനോഭാവം ഉദ്ദേശിക്കുന്നത്. ഈ മനോഭാവം ഒരു യുക്തിചിന്തയുടെ ലെവലിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ അതും ഉദാഹരണം പറയാം. ഞാൻ പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നതിലും എക്സാമ്പിൾ ഫാലസി വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ പഞ്ചായത്തുകൾക്ക് ഫണ്ട്, 3 തരം ഫണ്ടുകളാണ് പ്രധാനമായിട്ടും പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനത്തിനുള്ളത്. അതിൽ ജനറൽ ഫണ്ട്, SC ഫണ്ട്, ST ഫണ്ട് എന്നിങ്ങനെ 3 എണ്ണമാണ്. അപ്പോൾ ഈ സാധാരണ ജനറൽ ഫണ്ട് തരുന്നതിൻ്റെ ഒരു 80-90% ചെലവഴിക്കാറുണ്ട്. SC ഫണ്ടോ ST ഫണ്ടോ വരുന്നതിൻ്റെ 40% ചെലവഴിക്കാൻ പറ്റുന്നുള്ളൂ പലത്. അപ്പോൾ ഇത് ഗ്രാമസഭകളൊക്കെ കൂടുമ്പോൾ വലിയ ഈ ജനറൽ വിഭാഗത്തിൻ്റെ എന്ന് പറയുന്ന വലിയ ഒരു പ്രതികരണം ഉണ്ടാകും. എന്തിനാണ് ഇവർക്ക് ഈ ഫണ്ട് കൊടുക്കുന്നത്, അതുകൂടെ ജനറലിലേക്ക് ഉൾപ്പെടുത്തിക്കൂടെ? ഈ ചിലവാക്കാതെ ലാപ്സാക്കി തിരിച്ചു കളയുന്നത് എന്തിനാണ്, ഇല്ലാതാക്കി കളയുന്നത് എന്തിനാണ്? അതുകൂടെ ജനറൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പ്രയോജനം ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ ഈ ജനറലിൽ ഉൾപ്പെടാത്തവർ നിശബ്ദരായിട്ടിരിക്കും. ശരിയാണ്, ഞങ്ങളിത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇതൊരു പൊതുധാരണയാണ്. പക്ഷേ നമ്മളതിനൊരു മറുപടി കൊടുക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? ഒറ്റ മറുപടി, അവർക്ക് താല്പര്യമില്ല. ഇത് ഇവർക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഈ പ്രൊജക്റ്റുകളൊന്നും ഇവർക്ക് നടപ്പാക്കാൻ താല്പര്യമില്ല. ആ മറുപടിയോടുകൂടി നമ്മുടെ മനോഭാവം വ്യക്തമായി. ഞാൻ പറയുന്നത് മനോഭാവം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പിന്നിൽ എന്താണ് റീസണിങ്, അതാണ് നമ്മൾ റീസണിങ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പിന്നിൽ എന്താണ് റീസണിങ്, എന്തുകൊണ്ട് ഈ 60% തുക ചെലവഴിക്കപ്പെടുന്നില്ല, അത് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് 20 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിന് തുക വകയിരുത്തിയെന്നിരിക്കട്ടെ ഒരു പഞ്ചായത്തിലേക്ക്. അപ്പോൾ 20 ലക്ഷം രൂപ ജനറലും വകയിരുത്തി. ഈ ജനറലുള്ള 20 ലക്ഷത്തിൽ ഒരു 18 ലക്ഷം രൂപയും തീർച്ചയായിട്ടും ചെലവഴിച്ച് വയ്ക്കപ്പെട്ടു. പക്ഷേ ഈ SC വിഭാഗത്തിൽ വരുമ്പോൾ അതിലൊരു 4 ലക്ഷമായിരിക്കും, അല്ലെങ്കിൽ 3 ലക്ഷമായിരിക്കും ചെലവഴിക്കപ്പെടുക. അപ്പോൾ ഇതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുന്നത് എന്താണ്? വീട് കൊടുക്കണമെങ്കിൽ അവർക്ക് സ്ഥലം വേണം, ആ അപേക്ഷിച്ച ആൾക്ക് സ്ഥലം വേണം. അപ്പോൾ സ്ഥലം നോക്കുമ്പോൾ എന്താണ്, അച്ഛനും അമ്മയ്ക്കും കൂടെ ആകെ 6 സെൻറ്റും അച്ഛനും അമ്മയും 3 മക്കളും ഉണ്ട്. അപ്പോൾ കുറഞ്ഞത് വീട് വയ്ക്കാൻ 3 സെൻറ്റ് സ്ഥലമെങ്കിലും മകൻ്റെ പേരിൽ എഴുതി കൊടുക്കണം. അപ്പോൾ ഇത് വിഭജിച്ചാൽ എത്ര കിട്ടും? 3 മക്കൾക്ക് മാത്രം കൊടുത്താലും 2 സെൻറ്റ് കിട്ടും. അപ്പോൾ ഈ 2 സെൻറ്റ് ഇതിലെങ്ങനെ വീട് വയ്ക്കും? അവിടെയാണ് പ്രശ്നം. ഇനി അഥവാ മൂത്ത മകനോടൊപ്പം ഇളയാളും കൂടെ താമസിക്കാം, നടുക്കത്തെ ആൾ ഞങ്ങളുടെ കുടുംബത്തിൽ താമസിക്കാമെന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ച് ഒന്നാമത്തെ ആൾക്ക് 3 സെൻറ്റ് എഴുതി കൊടുത്തെന്നിരിക്കട്ടെ. ഈ പറഞ്ഞ ഇപ്പോൾ ചിലപ്പോൾ ഇത് പ്രവർത്തനം നടക്കുന്നത് ജനുവരി ആയിരിക്കും. അപ്പോൾ മാർച്ചിലെ കാലയളവിനുള്ളിൽ തീർക്കണം, അല്ലെങ്കിൽ ഫെബ്രുവരി ആയിരിക്കും. ഈ മാർച്ചിലെ കാലയളവിനുള്ളിൽ തീർക്കണമെങ്കിൽ ഇയാൾ ആധാരം മകൻ്റെ പേർക്ക് എഴുതി ഇതാക്കി ഇവിടെ ഹാജരാക്കേണ്ടതുണ്ട്, അതിൻ്റെ ഡോക്യുമെൻ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അതിനുള്ള ചെലവിനുള്ള തുകയില്ല, അതുകൊണ്ട് ഈ ആധാരം എഴുതാൻ നടക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിരവധി റീസണുണ്ട്. സ്ഥലമില്ലായ്മ എന്ന് പറയുന്ന റീസണുണ്ട്. ഈ റീസണൊന്നും പരിഹരിക്കാതെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താവുന്നൊരു ഉത്തരമാണ് താല്പര്യമില്ല എന്നുള്ളത്. അപ്പോൾ അതെന്താണ്? അതൊരു മനോഭാവമാണ്. ഈ മനോഭാവം എന്നുള്ളത് നമുക്കൊരു ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് യുക്തിചിന്തയിൽ. നമ്മൾ എന്താണ് മനോഭാവം? നമ്മൾ ചുമ്മാ അന്തരീക്ഷം നിന്ന് ഉണ്ടാക്കുന്നതല്ല, ശൂന്യതയിൽ നിന്ന് മനോഭാവം ഉണ്ടാക്കുന്നതല്ല, കൃത്യമായ റീസണിങ്ങിലൂടെയാണ് ആ മനോഭാവം ഉണ്ടാക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്.
മറ്റൊന്ന് പ്രായോഗികതയാണ്. നമ്മൾ പ്രായോഗികമായി തന്നെയാണ് ഈ യുക്തിചിന്ത പറയുന്നത്, അല്ലെങ്കിൽ കസേര സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ കസേര സിദ്ധാന്തം അല്ല നമ്മൾ വാസ്തവത്തിൽ പറയുന്നത്. ഇപ്പോൾ മാർക്സിസത്തിൻ്റെ ഏറ്റവും വലിയ യുക്തിവാദികളോടുള്ള വിമർശനം, നിങ്ങൾക്ക് പ്രായോഗികമായി ഒന്നുമില്ല, വിശ്വാസത്തെയും മതവിമർശനവും മാത്രമാണ് നടക്കുന്നത്, ഒരു സമൂഹം എങ്ങനെ കൊണ്ടുപോകുന്നുള്ള ഒരു പ്രായോഗികത, അതുകൊണ്ട് നിങ്ങൾ കേവല യുക്തിവാദികളാണെന്നായിരുന്നു പണ്ടത്തെ കാലത്ത് യുക്തിവാദികളെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, നമുക്ക് ഈ മാനസിക ലോകത്തെ പരിവർത്തനം നമ്മൾ ലാബ് ടെസ്റ്റ് പോലെ എടുത്തു കാണിക്കാൻ പറ്റാത്ത ഒരു പാദാർത്ഥിക ലോകമല്ല, ഒരു അമൂർത്തമായ, നമുക്ക് കൃത്യമായ അളവിൽ അമൂർത്തമായൊരു ഇതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അമൂർത്തമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചുംബന സമരം വന്നു. ചുംബന സമരത്തിന് ശേഷമാണ് കേരള ജനതയ്ക്ക് കുറെ കൂടെ ആരോഗ്യം വെച്ചതെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം അതൊരു അമൂർത്തമായ മാറ്റമാണ്. നമുക്ക് കൃത്യമായിട്ട് അതിനുശേഷം എന്ത് മാറ്റമുണ്ടായി, ഇന്ന ആൾക്ക് ഇന്ന മാറ്റമുണ്ടായി എന്ന് നമുക്ക് എടുത്തു കാണിക്കാൻ, ഒരു പദാർത്ഥികമായിട്ട് എടുത്തു കാണിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മാനസിക ലോകം മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു. സ്ത്രീകൾക്ക് കുറെ കൂടെ ആത്മവിശ്വാസം വന്നു. അപ്പം ഞാൻ പറഞ്ഞത് പ്രായോഗികതയാണ്. ഈ പ്രായോഗികതയിൽ ഇപ്പം തന്നെ ശരിയാക്കാം എന്നുള്ളതല്ല. നമ്മുടെ ഒരു എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സാവകാശം ഒരു തരം സമൂഹത്തിലേക്ക് പ്രയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായ ശാസ്ത്രത്തിലെ പ്രയോഗം പോലെ, ഒരു ശാസ്ത്ര സത്യം കണ്ടെത്തുന്ന പോലെ പ്രയോഗിക്കാൻ പറ്റില്ല. ഒരു ട്രയൽ ആൻഡ് എറർ രീതി തന്നെ ചിലപ്പോൾ സാമൂഹ്യ കാര്യങ്ങൾ നടത്തുമ്പോൾ പീസ് മീൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. അതായത് ഒരു കാര്യം നമ്മൾ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നു, അത് നല്ലതാണോ നോക്കുന്നു, അല്ലെന്ന് അറിയുമ്പോൾ തന്നെ അത് പിൻവലിച്ചിട്ട് കുറെ കൂടെ പരിഷ്കരിച്ച ഒരു സിദ്ധാന്തം, ഒരു പ്രയോഗം സമൂഹത്തിൽ നടത്തുന്നു. ഈ ഒരു പ്രായോഗികതയുണ്ട്. പക്ഷേ ഈ കണ്ടു നിൽക്കുന്നവരുടെ മനഃശാസ്ത്രമുണ്ട്. ഇതൊന്നും കാര്യങ്ങളില്ലാതെ കണ്ടു നിൽക്കുന്നവരുടെ ഒരു മനഃശാസ്ത്രമുണ്ട്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ഈ ടൂ വീലറിൻ്റെ താക്കോലൊക്കെ പോകുമ്പോൾ ചില സമയത്ത് അയാൾ വണ്ടി വെച്ചിട്ട് ഷോപ്പിലേക്ക് കയറി തിരിച്ചു വരുമ്പോൾ അയാളുടെ താക്കോല് കാണുന്നില്ല. അപ്പോൾ അടുത്ത് നിൽക്കുന്ന 2-3 പേര് ചോദിച്ചാൽ എന്ത് പറ്റി ചേട്ടാ, താക്കോല് കാണുന്നില്ല. അപ്പോൾ അവർ വണ്ടിയുടെ ബാഗിലൊക്കെ നോക്കുന്നു, ചുറ്റുവട്ടൊക്കെ നോക്കുന്നു. ചേട്ടൻ കടയിൽ കയറി നോക്കാൻ പറയുന്നു. പുള്ളി കടയിലേക്ക് പോകുന്നു. അപ്പോൾ വേറൊരാൾ അവിടെ വന്നിട്ട് പറയും, ഏതാ വണ്ടി ഏതാ? അപ്പോൾ ഉടമസ്ഥൻ കടയിലേക്ക് കയറിപ്പോയി, വണ്ടി ഏതാ? സ്പ്ലെൻഡറാണ്. ചേട്ടൻ്റെ വണ്ടിയാ? സ്പ്ലെൻഡറാ. അതിൻ്റെ താക്കോലിങ്ങി വന്നേ. ആ താക്കോല് മേടിച്ച് ഇതിനകത്തേക്ക് ഇടുന്നു. താക്കോൽ അതിനകത്ത് തന്നെ സ്റ്റക്കായി പോകുന്നു. താക്കോലും തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഉടമസ്ഥൻ ഒറിജിനൽ താക്കോൽ കിട്ടിയെന്നും പറഞ്ഞു വരുന്നു. വണ്ടി കൊണ്ടുപോകാനേ പറ്റുന്നില്ല. ഇതാണ് കണ്ടു നിൽക്കുന്നവരുടെ മനഃശാസ്ത്രം. കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് പെട്ടെന്ന് ശരിയാക്കി കളയാം. ഇങ്ങനെയല്ല, ഇതിനൊരു പ്രോസസ്സുണ്ട്. അതുകൊണ്ടാണ് വൈശാഖൻ തമ്പി പറയുന്നത്, നിങ്ങൾക്കൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൽക്കാലം അതിൽ നിന്ന് മാറി നിൽക്കുക, അത് കുളവാക്കാതെ മാറി നിൽക്കുക എന്ന് പറയും. അപ്പോൾ ഈ ഒരു 3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ബൗദ്ധികതയുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമുണ്ട്, നമ്മൾ പ്രായോഗികമായി ഇതെങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് 3ഉം ചേരുന്നത് കൂടെയാണ് യുക്തിചിന്തയുടെ ഒരു പ്രയോഗം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഭാഷയുടെ ചില സത്യസന്ധതയിൽ നമ്മൾ ഊന്നണം. ഇതുവരെ പ്രയോഗിച്ച ഭാഷ അതേ അർത്ഥത്തിൽ തന്നെയാണോ, ആ വാക്ക് തന്നെ ആയിരിക്കും നമ്മൾ പ്രയോഗിക്കുന്നെങ്കിൽ പോലും അതേ അർത്ഥത്തിൽ തന്നെയാണോ പ്രയോഗിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ളൊരിത് വേണം. ഈ വളരുന്ന ശാസ്ത്രം, മാറുന്ന ഭാഷ, നമ്മൾ പലപ്പോഴും ഈ ഓരോ ഫിലോസഫികളൊക്കെ കടന്നു വരുമ്പോൾ പെട്ടെന്ന് ഭാഷയിൽ അതിൻ്റെ ഒരു വ്യതിയാനം സംഭവിക്കും. പക്ഷേ ശാസ്ത്രം വരുമ്പോൾ പെട്ടെന്ന് ഈ സാംസ്കാരിക ലോകത്തെ ഭാഷയിൽ വ്യത്യാസം സംഭവിക്കണമെന്നില്ല. പക്ഷേ ടെക്നിക്കൽ ലോകത്തെ ഭാഷയിൽ വളരെ പെട്ടെന്ന് വ്യത്യാസം സംഭവിക്കും. ഇന്നത്തെ കമൻറ്റ് നീ പോസ്റ്റ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ നീ അത് ആ കമൻറ്റ് ഇട്ടോ എന്നുള്ളതിനേക്കാൾ പെട്ടെന്ന് പോസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ആ പോസ്റ്റ് എന്നുള്ളതിനോടൊപ്പം മലയാളം കൂടെ ചേർത്ത് പെട്ടെന്നൊരു മാറ്റം, ഈ സാങ്കേതികപരമായ മാറ്റങ്ങൾ വരും. പക്ഷേ അതുകൊണ്ട് സയൻസ് വളരെ ലോജിക്കാണെന്ന് പറയും. പക്ഷേ കൾച്ചറൽ ലാംഗ്വേജ് ലോജിക്കാണോ എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു ആശയം കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് പെട്ടെന്ന് വ്യാപരിക്കപ്പെടും. ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഒരു വളർച്ച നമുക്കറിയാം. ഈ തൊട്ടടുത്ത കാലത്തുള്ളതിൽ 5-6 വർഷത്തേ ഉള്ളൂ. അപ്പോൾ ഈ പദങ്ങളൊക്കെ നമുക്ക് വളരെ പരിചയമായി. ഖർവാപ്പസി, വസുദൈവ കുടുംബകം, ശതം സമർപ്പയാമി, ഈ വാക്കുകളൊക്കെ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ അലയടിക്കാൻ തുടങ്ങി. മാത്രമല്ല ഒരു പാട്ടുണ്ട്, ഇത് ഒരു രാവണൻ്റെ ഒരു നാടകത്തിനോ മറ്റോ എഴുതിയ ഒരു പാട്ടാണ്. പക്ഷേ ഈ സംഘികൾ വിചാരിച്ചു അവർക്ക് ആവേശം കൊടുക്കാൻ വേണ്ടി ആരോ എഴുതിയ പാട്ടാണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്തൊരു പാട്ടാണ്. അതിൻ്റെ ലാസ്റ്റ് ഒരു ചുടുചോര കൊണ്ടു നമ്മൾ ഇന്നു നടനമാടണം,
എന്നുള്ള വരിയാണ്. ആ രീതിയിലാണ് അതിൻ്റെ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് വളരെ ഒരു ആവേശം തോന്നുന്ന ഇതാണ്. പടപൊരുതണം, കടലിളകണം, വെട്ടിത്തലകൾ വീഴ്ത്തണം, ചുടുചോര കൊണ്ടു നമ്മൾ ഇന്നു നടനമാടണം, ഇങ്ങനെ പോകുന്നൊരു പാട്ടാണ്. അപ്പോൾ ഇതെന്താണ് ഞാൻ പറഞ്ഞ ഭാഷ മാറി വരുന്നത് നമ്മൾ എന്തൊരാശയമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭാഷാ പ്രയോഗങ്ങളൊക്കെ മാറിപ്പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാർക്സിയം ഭാഷ വരുന്നു. അവിടെ വരുമ്പോൾ ചൂഷണം, മിച്ചമൂല്യം, വർഗബോധം, അടവ് നയം, കുലംകുത്തി. അപ്പോൾ അവിടെ സമത്വമൊക്കെ വരുന്നുണ്ട്. സമത്വം എന്നൊരാശയം മരിക്കില്ല ഭൂമിയിൽ, നമുക്ക് ഒരേ സ്വപ്നം ഒന്ന് തന്നെ. നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ, ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വെച്ച വാക്കുകൾ. അവിടെ ചോര വരുന്നുണ്ട്. അതാണ്. മറ്റത് നമുക്കറിയാം, സമത്വത്തെക്കുറിച്ചുള്ളതെല്ലാം നമുക്കറിയാം, സംഘപരിവാർ ഭാഷ. പക്ഷെ അതിൽ ചുടു ചോര കൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ തീർക്കേണ്ടത്. രണ്ടാമത് വരുമ്പോഴും ആയിരങ്ങൾ ചോര കൊണ്ട് എഴുതി വെച്ച വാക്കുകളാണ്. എന്തുകൊണ്ടാണ് ഇതിനകത്ത് രണ്ടാമത് ചോര വരുന്നുണ്ട്? അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമ്മൾ പിന്നെ അതേ പറഞ്ഞ ഈ മാറ്റം ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ കവലകളിലൊക്കെ നമുക്ക് കാണാം. ഫ്ലെക്സ് ബോർഡ് ഒരു 2 ഉണ്ടാകും. ഇവൻ ആദരാഞ്ജലികൾ, അല്ലെങ്കിൽ നാളത്തെ ലോകത്തേക്ക് നയിക്കേണ്ടവൻ പൊലിഞ്ഞുപോയി. ഇത് നിരവധി ഫ്ലെക്സുകൾ നമുക്ക് കാണാം. ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് ആരെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം ഫ്ലെക്സ് വയ്ക്കേണ്ട അവിടെ. ഇത് ഒത്തിരി ഫ്ലെക്സുകൾ അവിടെ ഇങ്ങനെയാണ്. ഇതാണ് ഈ ചോര കൊണ്ട് എഴുതി വെച്ച വാക്കുകൾ. ഞാൻ പറഞ്ഞത് ഈ ഒരു ആശയം വരുമ്പോൾ അതാണ് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നത്. ഈ ഭാഷയാണ് നമ്മൾ യാഥാർത്ഥ്യമായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അതാണ് സത്യത്തിൻ്റെ ഭാഷയെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഈ ഉത്തരാധുനിക ഭാഷ വന്നു, അത് വലിയ ചോരയൊന്നും പൊടിഞ്ഞില്ല, ഒരു പാണ്ഡിത്യ വ്യാജ നിർമ്മിതിയായിരുന്നു. പക്ഷെ നമ്മുടെ സാംസ്കാരിക ലോകത്തെ വളരെ പ്രതികൂലമായി ബാധിച്ചു. കാരണം എല്ലാം ആപേക്ഷികമാണ്, സത്യം ആപേക്ഷികമാണ്. പിന്നെ ജ്യോതിശാസ്ത്രം പോലെ തന്നെ ജ്യോതിശാസ്ത്രം നിങ്ങളുടെ സയൻസിൻ്റെ, ജ്യോതിഷം ഞങ്ങളുടെ നാട്ടിലെ സയൻസ്. ഈ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പാണ്ഡിത്യ വ്യാജ നിർമ്മിതിക്ക് പറ്റി. അതായത് മൂല്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരിടത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ മൂല്യം അല്ല അയാളുടെ മൂല്യം, അയാളുടെ മൂല്യമല്ല മറ്റൊരാളുടെ മൂല്യം. അപ്പോൾ അവൻ ചെയ്തത് ശരിയാണ് എന്ന തരത്തിലേക്കൊക്കെ ഈ യൂണിവേഴ്സിറ്റി തലത്തിലെ പ്രൊഫസർമാർ പോലും സംസാരിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ഉത്തരാധുനിക ഒരു 10-20 വർഷം കേരളത്തെ ഭരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു പ്രീ ഡിഗ്രി കാലത്തിലൊക്കെയാണ് ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ വിചാരിച്ച് ഇന്ന് മലയാളമൊക്കെ പഠിച്ച് മലയാളത്തിലൊക്കെ വലിയ താല്പര്യം ഉണ്ടായിട്ട് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്കെന്തോ പ്രശ്നമുണ്ടെന്നാണ്. ഒരു 10 അല്ലെങ്കിൽ ഒരു 8 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലാക്കേണ്ട ഭാഷയായിരുന്നില്ല, വ്യാജ നിർമ്മിതിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു ചില പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ ഈ സയൻസ് അല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ കൃത്യമായ പദാവലികൾ നമുക്ക് ആ സമൂഹത്തിൽ നിർമ്മിച്ചെടുക്കുന്നു. നമ്മൾ സയൻസിനെ ബേസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇപ്പുറത്ത് അതേ പദാവലികൾ നിർമ്മിക്കാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ സയൻസിന് വേണ്ടി പദാവലികൾ എവിടെയെങ്കിലും നിർമ്മിച്ചതായിട്ട് അറിയുമോ? നമുക്കറിയില്ല. അത് ഒരു സ്വാഭാവികമായ മാറ്റമാണ്. ഇപ്പം ഞാൻ ഖർവാപ്പസി എന്ന് പറയുന്ന പോലെ സയൻസികമായൊരു പദം. നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ വൈശാഖൻ തമ്പി ഫോൺ വിളിക്കുന്നു, ഭൗതികശാസ്ത്രം, ഹലോ ഇന്നാളല്ലേ, അപ്പോൾ തിരിച്ച് അയാൾ ഭൗതികശാസ്ത്രം വൈശാഖൻ തമ്പി എന്ന് പറഞ്ഞാൽ ഓം നമഃശിവായ വെച്ചിട്ട് ഇങ്ങനൊരു പദപ്രയോഗത്തിലൂടെ ഒരിക്കലും ഈ സാംസ്കാരിക ലോകത്ത് ശാസ്ത്രം മാറ്റം വരുത്തുന്നില്ല. അങ്ങനെ ഒരു കാര്യമില്ല. കാരണം ഒരു ഗോത്രീയ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒന്നല്ല ശാസ്ത്രം. അതുകൊണ്ട് എന്ത് വേണം, അവിടെ നമ്മൾ കുറച്ച് ബോധപൂർവം പെരുമാറണം. ഇപ്പുറത്ത് നമ്മളിവിടെ സയൻസിനെ കൊണ്ടുവരുന്നു, നിരവധി ആൾക്കാരുണ്ട്, സയൻസിൻ്റെ വെളിച്ചം വരുന്നു. ഇപ്പുറത്തേക്ക് പക്ഷെ ഒന്നും വരുന്നില്ല. അടുത്ത സ്ഥലത്തേക്ക് സാംസ്കാരിക ഒരു പരിവർത്തനം വരുന്നില്ലെങ്കിൽ അവിടെ എന്തു തന്നെ ഉണ്ടാകത്തുള്ളൂ, സംഘപരിവാറിൻ്റെ ഭാഷയും മാർക്സിസത്തിൻ്റെ ഭാഷയും ഈ ജാർഗണുകളുടെ ഈ പിന്നെ റിട്ടറിക്കായിട്ടുള്ള വ്യാജ നിർമ്മിതികളുടെ ഭാഷ മാത്രമാണ്. അതുണ്ടാകാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ശാസ്ത്രമാണ് പറയുന്നെങ്കിൽ ആ സാംസ്കാരിക ലോകത്ത് ബോധപൂർവ്വം മാറ്റം വരുത്താനുള്ള ശ്രമം നമ്മൾ നടത്തിയില്ലെങ്കിൽ അവിടെ ഒരു ഊഷര ഭൂമിയായി പോകും. അപ്പോൾ ശാസ്ത്രപ്രചാരകനെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മാനസിക ലോകത്ത് വരുത്തുന്ന അതിനൊക്കെയാണ് നമ്മൾ ഒറ്റവാക്കിൽ ജ്ഞാനോദയം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ ധരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റം വരുത്തിയില്ലെങ്കിൽ കുഴപ്പം എന്താണ്? ഇതിപ്പോൾ നമ്മൾ മനുവിൻ്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ചാണക്യൻ്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്നതാണ്. ഒരാൾക്ക് അനുസരണയുള്ള പുത്രനും തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യയും തനിക്കുള്ള സ്വത്തിൽ അയാൾ സന്തുഷ്ടമാണെങ്കിൽ അയാൾക്ക് സ്വർഗം ഈ ലോകത്തിൽ തന്നെയാണ്. തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യയും, ഇതാണ് പഴയ കാലത്തെ കൃതികളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യ. നമ്മൾ ബൈബിൾ എടുത്താലും ഖുറാൻ എടുത്താലും മനുസ്മൃതി എടുത്താലും ഇവിടേക്കാണ്. ഇതാണ് ഈ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിന് നമ്മൾ വളരെയധികം മാറ്റം വരുത്തി. ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യ അങ്ങനൊന്നുമില്ല, വ്യക്തികളാണുള്ളത്. അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ ഒരു ഗ്രൂപ്പിന് ഒരു പൊതുപേര് ഭാര്യ എന്ന് കൊടുത്തിട്ട് ഇന്ന പെരുമാറ്റ രീതികൾ നൽകുക എന്ന് പറയുന്നത് ഒരു ഗോത്രീയ സ്വഭാവമാണ്. അങ്ങനെ ചില പ്രത്യേക പെരുമാറ്റ രീതികളൊന്നും ആധുനിക മനുഷ്യർക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു ഭാഷ
ആ ഭാഷയുടെ അർത്ഥതലം വ്യത്യാസപ്പെടുത്തി. ഞാൻ നേരത്തെ കുമ്പളങ്ങി നൈറ്റ്സിൽ പറഞ്ഞു, അതുവരെ പേടിച്ചിരുന്ന ഭാര്യ ഏതുതരം ചേട്ടനാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നത് കൂടി അതുവരെയുള്ള ഭാര്യയല്ല പിറ്റേ ദിവസം തൊട്ടുള്ള ഭാര്യ. ആ ഭാര്യ മാറി. പിന്നെ ഈ ഭാര്യയായിരിക്കും ഇയാൾക്ക് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു സാംസ്കാരിക മാറ്റം അവിടെ സംഭവിക്കുന്നത്. അതൊരു മാനസിക തലത്തിലെ മാറ്റമാണ്. ഇതിൻ്റെ ബേസിക് യുക്തി ചിന്ത തന്നെയാണ്. കാരണം എന്താ, നമ്മൾ സമത്വത്തെ കൊണ്ടുവന്നത് യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുന്ന ആ രീതിയിലല്ല നമ്മൾ കൊണ്ടുവന്നത്. ആ സമത്വത്തിൻ്റെ ചരിത്രം ഞാൻ സമയമുണ്ടെങ്കിലൊന്ന് പറയാം. അപ്പോൾ അത് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യ, ഇതാണ് നമ്മൾ 300 വർഷം മുമ്പ് ഉള്ള ഭാര്യ. അതിനുശേഷം ക്രമേണ ഭാര്യ എന്ന പദത്തിന് മാറ്റം വന്നു. പക്ഷേ നമ്മൾ പ്രയോഗിക്കുന്നത് എന്താണ്? ഭാര്യ എന്ന് തന്നെയാണ്. പക്ഷെ ആ അർത്ഥം എത്ര വ്യത്യാസപ്പെട്ടു. ആ 300 വർഷത്തിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ അർത്ഥം അമ്പാടെ മാറിപ്പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ പഴയ പോലെ പറയാൻ പറ്റില്ല. അത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ അവതരിപ്പിക്കപ്പെടുന്നത്. ഞാനീ പറഞ്ഞാൽ ഈ ഊഷരഭൂമിയിലേക്ക് മാറ്റം സാംസ്കാരികമായി കൊണ്ടുവരണം എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന സമയത്താണ് മനുവിൻ്റെ കാലത്തെ ഭാര്യ, ചാണക്യൻ്റെ കാലത്തെ ഭാര്യ, ബൈബിളിലെ ഭാര്യ, ഖുറാനിലെ ഭാര്യ വീണ്ടും നമ്മൾ അവതരിപ്പിക്കുന്നത്. ആ ഭാര്യയ്ക്ക് അന്ന് പറഞ്ഞ ഭാര്യയുടെ അർത്ഥത്തിൽ നിന്ന് ആ വാക്കിൽ യാതൊരു അർത്ഥവ്യത്യാസം വരുത്തിയിട്ടില്ല. ഈ 300 വർഷത്തെ മാറ്റത്തെ തിരിച്ചറിയാൻ ഈ പ്രഭാഷകൻ അവിടെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അതിൽ തന്നെ 3 ഭാര്യമാരെ കണ്ടെത്തുന്നുണ്ട്. വെളിച്ചപ്പാടിൻ്റെ ഭാര്യ, മദ്യവ്യവസായിയുടെ ഭാര്യ, യുക്തിവാദിയുടെ ഭാര്യ. തത്വത്തിൽ ഭാര്യയല്ല ഒന്ന് തന്നെ, പക്ഷെ 3 കാറ്റഗറി കൊണ്ടുവരുന്നു. അതായത് അതിന് ദാരിദ്ര്യം, സമ്പത്തുള്ള മദ്യവ്യവസായിയുടെ ഭാര്യ ഈ പറഞ്ഞ പോലെ അനുസരിക്കുന്ന ഭാര്യയാണ്, സമ്പത്തില്ലാത്ത യുക്തിവാദിയുടെ ഭാര്യ അനുസരിക്കാത്ത ഭാര്യയാണ്. ഇതായിരുന്നു ആ പ്രഭാഷണത്തിൻ്റെ ചുരുക്കം. അപ്പം 3 നൂറ്റാണ്ടുകളുടെ അറിവുകളും സമകാലികമായ മുന്നേറ്റവും തമസ്കരിക്കുക എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ ഫെമിനിച്ചീന്ന് കൂടെ വിളിച്ച് കളിയാക്കുക. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ദുരന്തം. ഞാൻ നേരത്തെ വൈശാഖൻ തമ്പി പറഞ്ഞ പോലെ, എന്നാൽ പിന്നെ ഞാൻ ഇല്ലയെന്ന് വിചാരിക്കുന്നു, അതിൽ നിന്ന് മാറി നിൽക്കുന്നു. അല്ല, ഞാൻ എന്നാൽ ഇടപെടുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് മാത്രമല്ല, തമസ്കരിക്കുക മാത്രമല്ല, ആ മുന്നേറ്റത്തെ പുറംകാലം കൊണ്ട് തൊഴിച്ചു കളഞ്ഞ് ഫെമിനിച്ചീന്ന് വിളിച്ച് ഒഴിവാക്കുക കൂടെ ചെയ്യുന്നു. ഇത് വലിയൊരു ദുരന്തമാണ്. കാരണം എന്താണ്, നമുക്ക് ഇപ്പോൾ ഖർവാപ്പസിനെ നമുക്ക് എതിർക്കാം, പിന്നെ മിച്ചമൂല്യം എന്നൊക്കെ പറയുന്നത് അത് ശരിയല്ല, അത് വേറൊരു സംഭവമാണ്, എതിർക്കാം. ഈ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് എതിർക്കാം. പക്ഷേ ഇത് എതിർക്കാൻ ചെല്ലുമ്പോൾ എന്താ, അയ്യോ അദ്ദേഹം ശാസ്ത്രമല്ല പറയുന്നത്, നിങ്ങളെന്തിനാണ് എതിർക്കുന്നത് എന്നൊരു മറുചോദ്യം കൊണ്ട് നമ്മൾ തന്നെ സ്വയം പുറകിലേക്ക് പോകുന്ന ഒരു പ്രവണത യുക്തിചിന്താപരം. അതായത് യുക്തിചിന്ത അല്ല, വേറെ അതിനെക്കുറിച്ച് ഒരു വാചകവും പറയേണ്ട കാര്യമില്ല. ഞാൻ ചിന്ത ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു അവസ്ഥ കൂടെ പറയാം. അല്ല, ഇതിന് തന്നെ തുടർച്ചയായിട്ട് പറയാം. ഈ കഥ പോലെ, അതിപ്പോൾ നമ്മൾ കഥ പറയുന്നു, കഥ തള്ളിക്കളഞ്ഞാൽ മതി. ഇപ്പോൾ മനോരാജ്യ സിദ്ധാന്തമാണ് ഈ കഥകളെല്ലാം എന്ന് പറയുന്നു. ആ കഥകൾ തള്ളിക്കളഞ്ഞാൽ മതി എന്ന് പറയുന്നു. പക്ഷേ കഥ പോയാലും പാഠം നിലനിൽക്കും എന്നുള്ളതാണ് അതിനകത്ത് ഒരു വ്യത്യാസം. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ ധാർമ്മികത കൊച്ചുകാലത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഈ യുക്തിചിന്താപരമായ ശേഷിയിലൂടെ അല്ല, പിന്നീടാണ് നമ്മളത് യുക്തിചിന്തകളിലൂടെ ധാർമ്മിക ശേഷി ഉണ്ടാക്കിയെടുത്തത്. നമ്മൾ നന്നായിട്ട് പെരുമാറണമെന്നുള്ളത് എവിടുന്നാണ് പഠിച്ചിരിക്കുന്നത് നമ്മുടെ മോറൽ കഥകളാണ് മിക്കവാറും. ഇപ്പോൾ അവൻ ഒരു മലയിലേക്ക് പോയി, സൈഡിലൊരു ചെടി വാടിക്കിടന്നു, അപ്പോൾ അവൻ അതിന് വെള്ളമെടുത്തൊഴിച്ചു. പിന്നെ പൂമ്പാറ്റ ചിറകൊടിഞ്ഞു കിടന്നു, അവൻ പൂമ്പാറ്റയുടെ ചിറകിനെ തടകി പിന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവന് അവിടെ മലയിൽ ചെന്നപ്പോൾ വലിയ നിധികളൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് നന്മ വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരോടും നന്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്മ മാത്രം കിട്ടും. അതിനകത്ത് യുക്തിവിചാരശേഷിയില്ല. സംഭവം ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷേ യുക്തിവിചാരശേഷിയില്ല. നമ്മളത് അങ്ങനെയാണ് മോറൽസ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഈ കഥകൾ നമ്മൾ മറന്നു, പക്ഷെ അതിലെ പാഠം നമ്മുടെ മനസ്സിലുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ആ കഥകളിപ്പോൾ നമ്മൾ ഓർക്കുന്നില്ല, ആ പൂമ്പാറ്റയെ തടകിയ കഥകളൊന്നും ഓർക്കുന്നില്ല. പക്ഷെ എന്ന് പറഞ്ഞ പോലെ ഈ കഥ പോയാലും അതിലെ പാഠം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഈ കഥ തള്ളിക്കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പോരാ, അത് പരിഹരിക്കാൻ ഈ പാഠത്തിൽ എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അതിനെ നോക്കി വേണം പരിഹരിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും യുക്തിവിചാരം എന്ന രീതിയിൽ പറയുന്ന ഈ പ്രഭാഷണങ്ങൾ, അലക്കയന്ത്രം അതിൻ്റെ പേര് മറന്നു, വാഷിംഗ് മെഷീൻ ഒരു സ്ത്രീകളിൽ കൊണ്ടുവന്ന പ്രഭാവം പോലും ഈ ഒരു വാചകത്തിനുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ വാഷിംഗ് മെഷീൻ എന്താണ്, ഞാനത് സ്ത്രീകളാണ് ചെയ്യേണ്ടതെന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടെ പരമ്പരാഗത ഒരു രീതി സമൂഹത്തിൽ ഈ വാഷിംഗ് മെഷീൻ വന്നത് അങ്ങേയറ്റത്തെ പ്രയോജനമായി, അല്ലെങ്കിൽ അലക്കി ഒടിയുന്നവർക്ക് ഇതിനകത്ത് ഇട്ടാൽ മാത്രം മതി എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നു, കുറെ കൂടെ ലഘൂകരിച്ചു. അപ്പോൾ ഇത് ഒരു പുരുഷനെ ബ്രെഡ് വിന്നറായും വൈഫിനെ ഹൗസ് വൈഫായും അല്ലെങ്കിൽ ഭാര്യയെ ഹൗസ് വൈഫായെന്ന് മാത്രം കാണുന്ന ആ പരമ്പരാഗത ചിന്തയിൽ നിന്ന് ഈ സാങ്കേതിക കൊണ്ടുവന്ന മാറ്റം പോലും ഒരു യുക്തിവിചാര അപഗ്രഥന ശേഷിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ ആ സംഭവം അവിടെ വെച്ച് നിർത്തിവെക്കണമെന്ന് തന്നെയാണ് എൻ്റെ കാര്യം. മതം മുഴുവൻ കഥയായി കാണുക, കഥ സൃഷ്ടിച്ച ഭാര്യ യാഥാർത്ഥ്യമായി കാണുക, ഇതാണൊരു വലിയ ദുരന്തം. കുറച്ച് നാളുകൾക്ക് മുമ്പ്
ഒരു യുക്തിവാദ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതൊരു സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അതിൽ പങ്കെടുക്കുന്ന സമയത്ത് സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് സമ്മേളനമൊക്കെ കഴിഞ്ഞ് സ്റ്റേജ് പിരിച്ചുവിട്ട ശേഷം ഞങ്ങൾ 3-4 പേരിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രശസ്തനായ ഒരു യുക്തിവാദി നേതാവ് സ്ത്രീ സമത്വത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഭാര്യ അല്ലെങ്കിൽ വനിതകൾ പറഞ്ഞു ഞങ്ങൾ തന്നെ വീട്ടിൽ പാചകം ചെയ്യണം, പുരുഷന്മാർ കഴിക്കാൻ മാത്രമേ ഉള്ളൂ, ഒന്നിനും കൂടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹം വളരെ ലഘൂകരിച്ച് പറയുന്നതാണ്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലോ, വിശക്കുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം വയ്ക്കുമല്ലോ, ഭക്ഷണം വയ്ക്കും, നിങ്ങൾ ഒരു ദിവസം എത്ര നാഴി വയ്ക്കും, നിങ്ങൾക്ക് മാത്രം കഴിക്കണമെങ്കിൽ അരനാഴി വയ്ക്കും, അതിലൊരാൾ കൂടെ കഴിക്കണമെങ്കിൽ നിങ്ങൾ എത്ര വയ്ക്കും, ഒരു നാഴി. അതേ ഞാൻ പറയുന്നുള്ളൂ, നിങ്ങളെന്തായാലും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം വയ്ക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയ പങ്ക് എനിക്ക് കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വലിയ സമയം പോകുന്നുണ്ടോ? ഇതാണ് നമ്മൾ കാര്യങ്ങളെ എല്ലാം പറഞ്ഞ് വെടിപ്പാക്കിയിട്ട് നമസ്കരിച്ച് കളയുന്ന ഒരു രീതിയാണ്. ഇതൊരു യുക്തിവിചാര ശേഷിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സാങ്കേതികമായ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് മാത്രമല്ല നമ്മുടെ യുക്തിവിചാര ശേഷി എന്ന് പറയുന്നത്, സാമൂഹ്യമായ മാനസിക പരിവർത്തനത്തെക്കുറിച്ചും നമുക്ക് കൃത്യമായൊരു ധാരണ വേണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനത് എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്. ശാസ്ത്രത്തിൻ്റെ ഭാഷ വരുമ്പോൾ സാങ്കേതിക മാറ്റം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നു, ഫോൺ വന്നു, അതിൽ വാട്സപ്പ് വന്നു, ഇങ്ങനെ അതിലാരും എതിർപ്പില്ല. കമ്പ്യൂട്ടർ വന്നതിലോ ഫോൺ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ആർക്കും അതിനകത്തൊരു എതിർപ്പില്ല. പാദാർത്ഥിക മാറ്റം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു പദാർത്ഥത്തിലുണ്ടായ മാറ്റം. നമ്മൾ കമ്പ്യൂട്ടർ അതിന് മുമ്പില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശ്വാസമില്ല, ഫോണില്ല, അതിനെക്കുറിച്ച് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു പദാർത്ഥത്തിലുണ്ടായ മാറ്റം. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹോമിയോ തന്നെ എടുക്കാം. ഹോമിയോ എന്ന് പറയുന്നത് അത് പിന്നെ മരുന്നല്ല എന്ന് നമ്മൾ ആധുനിക ലോകം തിരിച്ചറിഞ്ഞു. അതൊരു പാദാർത്ഥികമായ മാറ്റമാണ്. പാദാർത്ഥികമായ മാറ്റത്തെ സാങ്കേതിക മാറ്റം ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാവരും സ്വീകരിക്കും. പാദാർത്ഥിക മാറ്റത്തെ നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സാംസ്കാരിക മാറ്റമാണ് ഏറ്റവും വലിയ ഒരു കീറാമുട്ടി. ഇത് യുക്തിചിന്തകർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ഞാനതിന് വിശദീകരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് മാത്രമാണ് അവിടെ പറയുന്നത്. ആ സാംസ്കാരിക മാറ്റത്തെക്കുറിച്ച് പറയാം. അപ്പം ഞാൻ പറഞ്ഞത് ഈ പ്രോസസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഈ സമത്വത്തെക്കുറിച്ച്. അത് അഹം ബ്രഹ്മാസ്മി തത്വമസി അല്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഞാൻ പറയാം, ലോകമേ തറവാടെന്നുള്ള ഇത് ഹൈന്ദവ ഇതിനാണ്. ലോകമേ തറവാട്, വസുദൈവ കുടുംബകം. നമ്മൾ തർക്കിക്കുമ്പോഴൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ തർക്കവാദങ്ങളായിട്ട് ഇതൊക്കെ പറയാറുണ്ട്. പക്ഷേ അഹം ബ്രഹ്മാസ്മി തത്വമസി സമത്വമാണ്. നിങ്ങൾ പറയുന്ന മാനവീയതയേക്കാൾ ഉയർന്ന തത്വമാണ് ഞങ്ങൾ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ആളോട് പറയുകയാണ്, അതിലൊരു ഒരു സവർണൻ, ഒരു സവർണനും ദളിതനും തന്നെ ഉദാഹരണം എടുക്കണം. സവർണ ഒരാൾ പറയുകയാണ്, എടാ പോയ നമ്മളൊക്കെ മതത്തിൽ ഒരുമിച്ച് നിൽക്കണം, നമ്മളൊക്കെ ഇവർ ചൂഷണം ചെയ്യുകയാണ്, കണ്ടില്ലേ പാകിസ്ഥാൻ ബോംബിടുന്നത്. നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി തത്വമസിയാണ്. അപ്പോൾ ഇയാൾക്ക് ഒരു നല്ല പറമ്പൊക്കെ ഉണ്ട്, ഒരു 5-6 ഏക്കറൊക്കെ ഉണ്ട്. ചേട്ടാ എനിക്ക് വീട് വയ്ക്കാൻ അതിൽ നിന്നൊരു 5 സെൻറ്റ് തരുമോ? അതോടുകൂടി തീർന്നു, അഹം ബ്രഹ്മാസ്മിയും തീർന്നു, തത്വമസിയും തീർന്നു. ഇതാണ് സമത്വത്തിൻ്റെ പ്രശ്നം. ഇത് പങ്കിടലിൻ്റെ ചരിത്രമാണ്. നമ്മൾ വന്നത് അവകാശം, അധികാരം, സ്വാതന്ത്ര്യം ഇതൊക്കെ പങ്കിട്ടതിൻ്റെ ചരിത്രമാണ് നമ്മൾ സമത്വം പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രായോഗികത എന്ന് പറഞ്ഞത്. ഈ പ്രായോഗികത ഇല്ലാതെ ആർക്കും ഏത് വാചാടവും പറയാം. അന്യജീവനതൊക്കെ സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അന്യജീവനായിട്ട് അവിടെ നളിനി മാത്രം ഉണ്ടെങ്കിൽ നളിനിയെ കാണുന്നില്ല, വേറെ ഏതോ അന്യജീവിയാണ് ദിവാകരൻ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചരിത്രം ഉണ്ടല്ലോ, ഈ ചരിത്രം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിനകത്തുള്ള ഞാൻ പറയുന്നത് ഈ ഒരു 3 വീഡിയോ കാണുക. അതിൽ പ്രശാന്ത് അവതരിപ്പിച്ചത് ഇവിടെ മിക്കവാറും കണ്ടിട്ടുണ്ടാകും. ഇന്ത്യൻ ഭരണഘടന ഉൽപ്പത്തിയും പരിണാമവും, ഭരണഘടനാ ധാർമ്മികത സണ്ണി കവിക്കാടിൻ്റെ, അപൂർണമായ ഇന്ത്യൻ ജ്ഞാനോദയം ഡോക്ടർ വിശ്വനാഥൻ. ഇത് 3 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ മാനസിക ലോകത്ത്, സാംസ്കാരിക ലോകത്ത് യുക്തിചിന്ത വരുത്തിയ പരിവർത്തനം എന്താണെന്ന് ഒരു ഏകദേശ ധാരണ കിട്ടും. ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അതായത് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഓപ്പൺ ഡിഫേക്കേഷൻ ഫ്രീ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് വെളിയിട നിർമ്മാർജ്ജന പരിപാടി, പുറത്ത് നമ്മൾ പറമ്പിലൊക്കെ പോയി വിസർജനം ചെയ്യുന്ന പരിപാടി നിർത്തലാക്കുക എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ നമ്മൾ ചർച്ച നടത്തുന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യകാലത്ത് മനുഷ്യൻ നായാടിയായിട്ട് നടന്നതും, പിന്നെ ഒരു പറമ്പ് കണ്ടെത്തിയതും, പിന്നെ പറമ്പിൽ കുഴിയെടുത്തതും, പിന്നെ സാധാരണ കക്കൂസുകൾ വന്നതും, അത് കഴിഞ്ഞ് യൂറോപ്യൻ ടോയ്ലറ്റ് വന്നു. ഇങ്ങനെ പടിപടിയായിട്ടാണ് നമ്മുടെ ഉയർച്ച വന്നിരിക്കുന്നത്. അപ്പോൾ ഈ യൂറോപ്യൻ ടോയ്ലറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മെക്കാനിസം തന്നെ നമ്മൾ ഇരിക്കുന്ന ബോൾ, അതിൽ മനുഷ്യൻ്റെ ഭാരം ഉൾക്കൊള്ളാൻ ആ സെറാമിക്കിൽ എത്ര ഡെൻസിറ്റി വേണം, ആ ബോളിലേക്ക് ചുറ്റും വെള്ളം വന്ന് വീഴുമ്പോൾ എത്ര ഫോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ മാലിന്യത്തെ അത് ഉയർത്തി താഴേക്ക് കൊണ്ടുപോകും.
നമ്മളൊരു ബട്ടൺ പിടിച്ചമർത്തുമ്പോൾ ഇത് തുറന്ന് ആവശ്യത്തിന് കൃത്യമായിട്ട് വെള്ളം അതിൽ വന്ന് നിറയുന്നു. അതുപോലെ തന്നെ ഈ വെള്ളം തീർന്നു കഴിയുമ്പോൾ നമ്മൾ തുറന്നിട്ടിരിക്കുന്ന പൈപ്പാണ് ഇതിലേക്ക്. തുറന്നിട്ടിരിക്കുന്ന പൈപ്പ് ഒരു ബോൾ വന്ന് അടയുമ്പോൾ അവിടെ പിന്നെ പൈപ്പ് നിശ്ചലമാകുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര നമ്മൾ വെറുതെ പറയുന്നത് അത് ഭയങ്കര ഒരു സങ്കീർണമായൊരു വ്യവസ്ഥയാണ്. അതിന് ഒത്തിരി സങ്കീർണത അതിനകത്ത് കുറിച്ച് പറയാനുണ്ട്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നമുക്ക് ആവശ്യത്തിന് പറമ്പുണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിന് പറമ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്താ നമ്മൾ പറഞ്ഞു വരുന്നത്? ഇതുവരെയുള്ള ചരിത്രമാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ഭാഷ പ്രയോഗിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൈയടിക്കാൻ 10 പേരുണ്ടെങ്കിൽ കൈയടിച്ച് വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നതല്ല ഒരു സംവാദത്തിൻ്റെ രീതി. ഇതാ ഞാൻ പറഞ്ഞു. ഞാൻ ഈ യുക്തിവാദ ചരിത്രം, അതായത് പൗരൻ വന്ന ചരിത്രം, സമത്വം വന്ന ചരിത്രത്തിന് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാണ് ഈ യൂറോപ്യൻ ടോയ്ലറ്റിൻ്റെ ചരിത്രം. ഈ യൂറോപ്യൻ ടോയ്ലറ്റ് എങ്ങനെ വന്നു എന്നുള്ളത്, പൗരൻ എങ്ങനെ വന്നു എന്നുള്ളത് അത് വെച്ച് നമുക്ക് താരതമ്യം ചെയ്യാം. സമത്വം എങ്ങനെ വന്നു എന്നുള്ളത് വെച്ച് താരതമ്യം ചെയ്യാം. ഭാര്യയുടെ ഭാവപരിണാമം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇത് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും എന്നാണ്. അതുപോലെ തന്നെ വേറൊരു വാചകമാണ്, ഞാൻ ഇവിടെ ഓരോ വാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ദളിത്. ദളിത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്: അവർണർ, പഞ്ചമർ, അസുരർ, ചണ്ടാരർ, ഹരിജൻ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, പറയർ, പുലയർ. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രമെങ്കിൽ പുനഃപരിശോധിക്കുക. അപ്പോൾ ദളിത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നവരോട് പറയും നിങ്ങൾ ജാതിവാദിയാണ്, ജാതി പറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത് അവരുടെ മനസ്സിൽ ഏതാ ചിത്രം കിടക്കുന്നത്? ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന ചിത്രമാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് അവരെന്ത് പറയുന്നത് നിങ്ങൾ ജാതിയാണ് പറയുന്നത്. നമ്മൾ ദളിതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ദളിതെന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ നിന്നും ചില കാരണങ്ങളാൽ പുറകോട്ട് പോയ, അവഗണിക്കപ്പെട്ട, വ്യക്തിത്വം കൊടുക്കാത്ത, പൂർണ്ണ വ്യക്തിത്വം ഇല്ലാത്തതെന്ന് കരുതുന്ന ഒരു ജനതയ്ക്ക്, ഒരു കൂട്ടം ആൾക്കാർക്ക് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നമ്മുടെ അധികാരശേഷി പങ്കിടാനുള്ള ശേഷിയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന അർത്ഥത്തിലാണ് നമ്മൾ ദളിതെന്ന് പറയുന്നത്. അവിടെ ജാതിയല്ല പറയുന്നത്. ഇത് മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞാൽ ഈ പ്രോസസ്സ്, ആ പ്രോസസ്സ് എപ്പോഴും മനസ്സിലാക്കണം. ആ പ്രോസസ്സ് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ ദളിത് എന്ന വാക്ക് മനസ്സിലാകാത്തത്. എന്നിട്ട് തിരിച്ചെന്ത് വിചാരിക്കുന്നു? ഈ ദളിതെന്ന് പറയുന്നവരെ ജാതി എന്ന് വിളിക്കുന്നു. ആരുടെ മനസ്സിലാണ് ജാതി കിടക്കുന്നത്? ഈ ദളിതെന്ന് കേട്ടാൽ അവർ സത്യസന്ധമായിട്ട് പറയുന്നത്. കാരണം ഇങ്ങനെ ജാതി ഒന്നും നമ്മൾ പറഞ്ഞുകൂടല്ലോ എന്നൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ചെമ്പരത്തിപ്പൂവായിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കാം, ചങ്കായിരിക്കാം, നമുക്കറിയാൻ പറ്റുന്നില്ല. എന്തായാലും ഈ അർത്ഥത്തിലാണ് അവരുടെ മനസ്സിലേക്ക് ചിത്രം വരുന്നത്. ആ ചിത്രം മാറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പദം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ട അനുഭവിച്ച ചിത്രമായിരിക്കില്ല അത് ഉദ്ദേശിക്കുന്നത് എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് വാചകം: സയൻസ് ഡസൻറ്റ് വർക്ക് ഇൻ എ പൊളിറ്റിക്കൽ വാക്വം. രാഷ്ട്രീയ ശൂന്യതയിൽ സയൻസ് ഒരിക്കലും പ്രവർത്തിക്കില്ല. അതാണ് ഇത്. രാഷ്ട്രീയ ശൂന്യതയാണ്, അരാഷ്ട്രീയവാദമാണ്. ഇത് അരാഷ്ട്രീയവാദം എന്ന് പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗത ധാരണ എന്താ? ഈ നമ്മുടെ പിന്നെ കവലകളിലൊന്നും ഈ മരിച്ച ആൾക്കാരുടെ ഫ്ലെക്സ് കണ്ടില്ലെങ്കിൽ എന്തോ ഇവിടെ അരാഷ്ട്രീയം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അക്രമം അടിപിടിയൊക്കെ നടത്തി ഞങ്ങൾ രാഷ്ട്രീയക്കാരാണെന്ന് തെളിയിച്ചാൽ മാത്രമേ രാഷ്ട്രീയം ഉള്ളൂ എന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ അങ്ങനെയല്ല. ഒരു സയൻസ് മാത്രം നമ്മൾ പ്രചരിപ്പിച്ചിട്ട് അതിൽ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയമായ മാറ്റത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ലെങ്കിൽ അവിടെ സയൻസ് പ്രവർത്തിക്കില്ല. സയൻസ് സാങ്കേതികമായിട്ട് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അതായത് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കും, കമ്പ്യൂട്ടർ ഉപയോഗിക്കും, ഫോൺ ഉപയോഗിക്കും, പക്ഷേ സാമൂഹ്യ സാംസ്കാരിക മാറ്റങ്ങൾ ഇവിടെ പ്രതിഫലിക്കില്ല. അതൊരു ഊഷര ഭൂമിയായിട്ട് തന്നെ കിടക്കും. അതുകൊണ്ട് സയൻസ് ഡസൻറ്റ് വർക്ക് ഇൻ എ പൊളിറ്റിക്കൽ വാക്വം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ചിന്തിക്കുന്നു, അതിനാൽ ഞാനുണ്ട് എന്നാണ് പഴയത്. ഞാൻ യുക്തിപരമായി ചിന്തിക്കുന്നു, അതിനാൽ നമ്മളുണ്ട് എന്നുള്ളതിലേക്ക്. അതാണ് ഇൻക്ലൂസീവ് ബൗദ്ധികമാകുന്നത്. നമ്മളുണ്ടെന്നതിലേക്ക് വേണം. അപ്പോൾ ഇൻക്ലൂസീവാണ്. നമ്മളെന്താ ചെയ്യുന്നത്? കാവ്യഭാവന കൊണ്ട് തീർത്ത ലോകത്തെ ശാസ്ത്രഭാവന കൊണ്ട് തിരുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ വേണം. അല്ലാതെ സാമൂഹ്യ മുന്നേറ്റത്തിനുണ്ടാകുന്ന ആശയങ്ങൾ വരുമ്പോൾ അതിനെതിരായിട്ട് ശാസ്ത്രത്തിൻ്റെ തെളിവ് കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ എന്താ അച്ഛൻ സാധ്യമാണ്, ടെക്നിക്കലി സാധ്യമാണെന്നും പറഞ്ഞ് അതിനുവേണ്ടി ഗവേഷണം നടത്തുക. അങ്ങനെ മുലമുറിക്കാവുന്ന ഒരു കണ്ടീഷൻ മനുഷ്യനുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ ചില പ്രത്യേക ഘട്ടത്തിൽ മുലമുറിക്കാവുന്ന ഒരു കണ്ടീഷനുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല എന്നുള്ളതിന് വേണ്ടി മാത്രം റിസർച്ച് നടത്തുക. ഇത് അവിടെ സയൻസ് എങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ? ടെക്നിക്കലായിട്ട് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കാവ്യഭാവന കൊണ്ട് തീർത്ത ലോകത്തെ ശാസ്ത്രഭാവന കൊണ്ട് തിരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഭാഷ പ്രയോഗിക്കുമ്പോൾ കുറച്ച് പദങ്ങൾ, നമ്മൾ മെഡിസിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ എന്ത് ചേർക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഹോമിയോ ആണോ, ആയുർവേദമാണോ, മോഡേൺ മെഡിസിൻ ആണോ? ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ അതിന് പകരം മുതലാളിത്തം എന്ന് പറയും. മുതലാളിത്തം എന്ന വാക്ക് കൊണ്ടുവരുമ്പോൾ മുതലാളി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തികളുടെ കൂട്ടായ്മയായിട്ട് അവിടെ പോകും. ഇവിടെ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇത് തമ്മിൽ അർത്ഥവ്യത്യാസമുണ്ട്. ഹോമോസാപ്പിയൻസ്, നമ്മൾ പൗരന് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഹോമോസാപ്പിയൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അർത്ഥവ്യത്യാസം വന്നെന്ന് മാത്രമല്ല അർത്ഥമേ വരില്ല. അതാണ് ഓർക്കേണ്ടത്. ഈ ഭാര്യ എന്ന് പറയുന്ന പദത്തിന് നൂറ്റാണ്ടുകളായി ഇപ്പോൾ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫെമിനിസത്തിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ഇന്നലെ വരെ കണ്ട ഭാര്യയല്ല, പക്ഷെ പദം മാറിയില്ല. നമുക്ക് മറ്റൊരു പദമില്ലാത്തതുകൊണ്ട് ഭാര്യ എന്ന് തന്നെ
ഉപയോഗിക്കുന്നു എന്നുള്ള. അത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ രണ്ട് വ്യക്തികൾ തമ്മിലോ അവരുടെ ചുറ്റുപാടുകൾ തമ്മിലുള്ള മാത്രം പ്രശ്നമാണ് ഭാര്യ, അല്ലാതെ ഒരു പൊതുബിംബമല്ല. വെളിച്ചപ്പാടിൻ്റെ ഭാര്യ പോലെ ഒരു പൊതുബിംബമല്ല ഭാര്യ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വ്യത്യാസം വന്നു. സമത്വം, അഹം ബ്രഹ്മാസ്മി തത്വമസി പോലുള്ള അല്ലെങ്കിൽ സമത്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഹോമോസാപ്പിയൻസ് പറയുന്ന സമത്വമല്ല നമ്മൾ പറയുന്നത്. ആ സമത്വത്തിന് ഇതുവരെയുള്ള പ്രോസസ്സിൻ്റെ അർത്ഥം കൂടെ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ദളിത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ജാതിയായിരിക്കും വരുന്നത്, പക്ഷേ പിന്നോക്കം പോയ കുറേ ആൾക്കാരെ മുന്നോക്കം കൊണ്ടുവരണം എന്നുള്ളതിന് നമ്മൾ പ്രതീകമായി ഉപയോഗിക്കുന്നൊരു ഭാഷയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് സാമൂഹ്യ പരിവർത്തനത്തിൽ ഒരു നിർണായകമായ പങ്കും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം വിലയിരുത്തും എന്ന് മാത്രം.